ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് അമീൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അല്ലെ. അമീനില ടെക്സ്റ്റ് ബുക്കില ബാക്കില കൺവേർഷൻ ക്വസ്റ്റ്യൻ ആണ് മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ചാർട്ടൊക്കെ വരക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും വരച്ചിട്ടുണ്ടോ? ഇനി അത് കളയരുത്. നമുക്ക് കുറച്ച് റിവിഷൻ ആയിട്ട് തുടങ്ങണം. നെക്സ്റ്റ് മന്ത് മുതൽ റിവിഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. നോക്കാം. ഇനിയുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള ചാപ്റ്റേഴ്സുകളാണ്. തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, വീണ്ടും റിവിഷൻ ആയിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് വളരെ ക്ലിയർ ചെയ്ത് പോകാനുള്ളതാണ് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ചാപ്റ്ററിന്റെ പേര് എഴുതിയത് കെമിക്കൽ കൈനറ്റിക്സ് കേട്ടോ. ഓർത്ത് നോക്കാം. കെമിക്കൽ കൈനറ്റിക്സ്. ട്വൽത്തിലെ ഏറ്റവും ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ഏതാണെന്ന് വെച്ചാൽ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയാം. അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് സ്ട്രക്ചേർഡ് ആണ്. അതിൽ നിന്ന് ഭയങ്കര വലിയ ടഫ് ഒന്നുമില്ല. ഒന്ന് പ്രാക്ടീസ് ചെയ്ത വേഗം കിട്ടാവുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ കെമിക്കൽ കൈനറ്റിക്സിന്റെ ടോട്ടൽ കണ്ടന്റ് ഒന്ന് ഓർഡറിലൊന്ന് പറയാം. ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കി കൊണ്ടുവരാൻ നോക്കാം. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞ സ്പീഡ് ഓഫ് റിയാക്ഷൻ ആണ്. റിയാക്ഷന്റെ സ്പീഡ് വെക്കുന്നതാണ്. നമ്മൾ വണ്ടിയുടെ സ്പീഡ് എങ്ങനെയാണ് നോക്കുന്നത്? കിലോമീറ്റർ പെർ അവർ അല്ലെ, മീറ്റർ പെർ സെക്കൻഡ് എന്നൊക്കെയാണ് നമ്മൾ വണ്ടിയുടെ നോക്കുന്നത്. അപ്പോൾ അതേ സ്പീഡ് പോലെ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് നമ്മൾ സ്പീഡ് അല്ലെ. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അതുപോലെ കെമിക്കൽ റിയാക്ഷൻ പറയുന്നത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്പീഡ് ഓഫ് റിയാക്ഷൻ കിട്ടും. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിലെ ഹെഡിങ് വരുന്നത് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ്. റേറ്റ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് അങ്ങ് തുടങ്ങും. റേറ്റ് ഓഫ് റിയാക്ഷൻ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹെഡിങ് വരുന്ന സമയത്ത് ആ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ റിയാക്ഷനിൽ തന്നെ പല ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് വരുന്നുണ്ട്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ വരും. അങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള റിയാക്ഷൻസ് വരുമ്പോൾ അത് മെഷർ ചെയ്യാൻ വേണ്ടി ഒരു ലോ കൊണ്ടുവരും. ആ ലോയുടെ പേരെന്തായിരുന്നു? റേറ്റ് ലോ. അപ്പോൾ ഫസ്റ്റ് മെയിൻ ടോപ്പിക് എന്തായിരുന്നു? റേറ്റ് ഓഫ് റിയാക്ഷൻ. സെക്കൻഡ് മെയിൻ ടോപ്പിക് എന്താ? റേറ്റ് ലോ. റേറ്റ് ലോയില് നമ്മൾ അവിടെ മെയിൻ ആയിട്ടൊരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു എ റൈസ് ടു എക്സ് ആൻഡ് ബി റൈസ് ടു വൈ. അവിടെ നിന്ന് അതിനെ കാറ്റഗറൈസേഷൻ ചെയ്യും. അതിൽ ഫസ്റ്റ് ഓർഡർ, സീറോ ഓർഡർ, സെക്കൻഡ് ഓർഡർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാറ്റഗറൈസേഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടുള്ളത് രണ്ട് ഓർഡർ മാത്രമേ ഉള്ളൂ. സീറോ ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ. സീറോ ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ. അപ്പോൾ ഫസ്റ്റ് മെയിൻ ടോപ്പിക് റേറ്റ് ഓഫ് റിയാക്ഷൻ. സെക്കൻഡ് ടോപ്പിക് റേറ്റ് ലോ. അതിനുള്ളിൽ സബ് ടോപ്പിക്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഇവര് ആ സബ് ടോപ്പിക്കില് ഹെഡിങ് ആയിട്ട് വരുന്നതാണ്. അടുത്ത ഹെഡിങ് വരുന്നത് സീറോ ഓർഡർ. മെയിൻ ഹെഡിങ് ആയിട്ട് വരും. സീറോ ഓർഡറിന്റെ ഒരു ഇക്വേഷൻ ഒക്കെ കൊണ്ടുവരും. K equal to സീറോ ഓർഡറിന്റെ K equal to R0 minus R divided by T. കേട്ടോ, ഓർത്ത് നോക്കാം. അതുപോലെ ഫസ്റ്റ് ഓർഡറിന്റെ ഒരു K ഇക്വേഷൻ ഒക്കെ ഉണ്ട്. എന്തായിരുന്നു? K equal to 2.303 divided by T log R0 divided by R. കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെ വരുന്ന സമയത്ത് സീറോ ഓർഡർ, ഫസ്റ്റ് ഓർഡർ. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ചെറിയൊരു തിയററ്റിക്കൽ ടോപ്പിക് ആണ്. എന്തായിരുന്നു ആക്ച്വലി? മോളിക്കുലാരിറ്റി ഓഫ് റിയാക്ഷൻ. മോളിക്കുലാരിറ്റി ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണ്. മോളിക്കുലാരിറ്റിയും ഈ ഫസ്റ്റ് ഓർഡർ ഒക്കെ തമ്മിൽ ഒരു കമ്പാരിസൺ ഒക്കെ കൊടുക്കുന്നുണ്ട്. അതാണ് മിഡിൽ ടോപ്പിക് ആയിട്ട് വരുന്ന ഒരു ഏരിയ. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് അരീനസ് ഇക്വേഷൻ എന്ന് പറയുന്നതാണ്. അരീനസ് ഇക്വേഷൻ. ഇതിൽ തന്നെ സീറോ ഓർഡറിന്റെ ഫസ്റ്റ് ഓർഡറിന്റെ ഹാഫ് ലൈഫ് ഹെഡിങ് ആണ്. അതിന്റെ രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഇതിന്റെയൊക്കെ ചെറുതായിട്ടുള്ള ഡെറിവേഷൻ നമുക്ക് പഠിക്കണം കേട്ടോ. ആ ഡെറിവേഷൻ ആയിട്ട് ചോദിക്കുന്നത് കുറവാണ് എങ്കിൽ പോലും നമുക്ക് ഡെറിവേഷൻ അതിന് നോക്കാനുണ്ട്. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് അരീനസ് ഇക്വേഷൻ. അരീനസ് ഇക്വേഷൻ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേറ്റ് കോൺസ്റ്റന്റ് ആൻഡ് ടെമ്പറേച്ചർ. അതാണ് അരീനസ് കോൺസ്റ്റന്റ്. ലാസ്റ്റ് ടോപ്പിക് വരുന്നത് എന്തായിരുന്നു? ലാസ്റ്റ് ടോപ്പിക് കൊളൂഷൻ തിയറി കേട്ടോ. ഓർത്ത് നോക്കാം. പൊള്യൂഷൻ തിയറി എന്ന് പറയുന്നത്. അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു 5 ടോപ്പിക്സ് ഉള്ളൂ. ചെറിയ ചെറിയ ടോപ്പിക്സും ചെറിയ കണ്ടന്റ്സും ആണ്. ഇനി ഈ ക്വസ്റ്റ്യൻ, ഇതിന്റെ ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് മാത്തമാറ്റിക്കൽ ആണ്. മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരുന്നത്. തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് 5 ടോപ്പിക് ആയിട്ട് വരുന്നുണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ ഒരു ഹെഡിങ് വരുന്നത്. അത് ഡയറക്റ്റ് ആയിട്ട് ഇതിന് ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ. പിന്നെ മോളിക്കുലാരിറ്റി ആൻഡ് ഓർഡർ, ഡിഫറൻസ് ബിറ്റ്വീൻ മോളിക്കുലാരിറ്റി ആൻഡ് ഓർഡർ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് മാത്തമാറ്റിക്കൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. മാത്തമാറ്റിക്കൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് പിന്നീട് എല്ലാം മെയിൻ ആയിട്ട് വരുന്ന ഒരു ഏരിയ. അപ്പോൾ ഈ ഒരു ഏരിയ എന്നൊക്കെയാണ് തിയറി ആയിട്ടൊക്കെ വരാവുന്ന ഏരിയ ഉള്ളൂ കേട്ടോ. നോക്കാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഹെഡിങ് ഒന്ന് എഴുതിക്കോ കേട്ടോ.
chemical kinetics. ഫസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചോ. കെമിക്കൽ കൈനറ്റിക്സിലെ ഫസ്റ്റ് പോയിന്റ് കേട്ടോ. Chemical kinetics, the branch of chemistry. Chemical kinetics is the branch of chemistry. Branch of chemistry. Branch of chemistry, comma, which deals with the study of reaction rates. Which deals with the study of reaction rates, which deals with the study of reaction rates and their mechanism and their mechanisms called chemical kinetics. Which deals with the study of reaction rates and their mechanisms called chemical kinetics. Repeat again, the branch of chemistry which deals with the study of reaction rates and their mechanism called chemical kinetics. കേട്ടോ, രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, ഒന്ന് റേറ്റും അതിന്റെ മെക്കാനിസം ആയിട്ട് വരും കേട്ടോ. Then first subheading എഴുതുക, rate of a chemical reaction. 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 First point is the rate of first point കേട്ടോ. ഇതിൽ first point എഴുതുക, the rate of decrease in concentration. The rate of decreases in concentration. The rate of decreases in concentration of any one of the reactants. Any one of the reactants. The rate of decreases in concentration of any one of the reactants. Or അടുത്ത ലൈനിൽ സെക്കൻഡ് പോയിന്റ് ആയിട്ട് എഴുതി വെക്കുക, the rate of increase in the rate of second point ആയിട്ട് കേട്ടോ, or the rate of increase in concentration of any one of the product. The rate of increases in concentration of any one of the products. Any one of the products. R gives P. Reactant convert to product. Reactant convert to product. അപ്പോൾ അതിന്റെ സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവരുന്ന കാര്യമാണ് റേറ്റ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. മൈനസ് കൊടുക്കാൻ കാരണം എന്താ, ഇത് ഡിക്രീസ് ചെയ്യുന്നതാണ്. റിയാക്ടൻസ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. റിയാക്ടന്റ് ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് മൈനസ് കൊടുക്കുന്നത് കേട്ടോ. നോക്കാം, അല്ലാതെ ഒരിക്കലും റേറ്റ് എന്താവില്ല, റേറ്റ് എന്താവില്ല കേട്ടോ. നോക്കാം, റേറ്റ് എന്താവില്ല, നെഗറ്റീവ് ആവില്ല. റേറ്റ് എപ്പോഴും എന്തായിരിക്കുള്ളൂ, പോസിറ്റീവ് ആവും അല്ലേ. ഓർത്തോക്കാം, റേറ്റ് എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് കേട്ടോ. ഓർത്തോക്കാം, അപ്പോൾ ഒരാൾ പറയാണ് ഞാൻ 10 km/s ഓടിച്ചു എന്ന് പറഞ്ഞതായിരിക്കും അല്ലേ. 50 km/h അല്ലെ, നമ്മൾ വണ്ടി ഓടിക്കുന്ന വെച്ച് പറയാം. അതിന് പകരം -50 km/h അതിലാണ് ഞാൻ വണ്ടി പോകും എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്തായിരിക്കും, അയാൾ റിവേഴ്സ് ബാക്ക് ആയിട്ട് പോകണം അല്ലേ. ഓർത്തോക്ക, അങ്ങനെ പോകും. നോർമലി നമുക്ക് വേണമെങ്കിൽ കുറച്ച് അല്ലാതെ അങ്ങനെ ബാക്കിൽ പോകാൻ പറ്റില്ല, അപ്പൊ പോസിബിലിറ്റി ഇല്ല. ഇനി ഇതിന്റെ കൺസേൺ എന്താണ് നോക്കാം. ഈ ചാപ്റ്ററിന്റെ കൺസേൺ ഓർത്തോക്കാം. നമുക്ക് റിയാക്ടൻസ് എന്ത് ചെയ്യും, കുറഞ്ഞു കൊണ്ടുവരും. പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, കൂടിക്കൊണ്ടുവരും അല്ലെ. ഇതേപ്പിയോട് നീ പേപ്പർ ബുക്ക് എടുത്ത് കത്തിച്ചാൽ എന്ത് വരും, ബുക്ക് കുറയോ കൂടും. ബുക്ക് കുറഞ്ഞിട്ട് എന്ത് കൂടി വരും, കാർബൺ ഡൈ ഓക്സൈഡ് കൂടും അല്ലെ. ഓർത്ത് നോക്കാം.
ഇനി ഇതേ വെയിറ്റിലുള്ള പെട്രോൾ എടുത്ത് കത്തിച്ചു. ഇവിടെ ഓർത്ത് നോക്കാം, പെട്രോൾ എടുത്ത് കത്തിച്ചു. അതിലെടുത്ത് പെട്രോൾ കത്തിക്കുകയാണ് ചെയ്തത്. പെട്രോൾ എടുത്തിട്ട് ഇത്രയും വെയിറ്റ് എടുത്ത് കത്തിക്കുന്നു, ഞാൻ ബുക്ക് കത്തിക്കുന്നു. ഏതായിരിക്കും ഫാസ്റ്റ്? വൈ? എങ്ങനെ എങ്ങനെ കണ്ടെത്തുക നിങ്ങൾ അല്ലേ? ഓർത്ത് നോക്കാം. എങ്ങനെ കണ്ടെത്തുക? അല്ലേ? ഓർത്ത് നോക്കാം. ഗൗരി എന്ത് ചെയ്യും? ഒരു അല്ലെ നമ്മുടെ എന്താണ് ആ വാച്ചിന്റെ പേര്? സ്റ്റോപ്പ് വാച്ച് അല്ലെ? അതൊക്കെ വെച്ച് ഗൗരി നിൽക്കും. നമുക്ക് പെട്രോള് 30 സെക്കൻഡ് കൊണ്ട് കത്തി തീർത്തു. മറ്റേ ഇതെന്താണ് അല്ലെ, ഒരു മിനിറ്റ് ഒക്കെ എടുത്തു. അത്രയും കിട്ടിയിട്ടില്ലല്ലേ? പെട്രോൾ ആണെങ്കിൽ അല്ലെ കൂടി വന്നൊരു 10 സെക്കൻഡ് കൊണ്ടൊക്കെ തീരും. അപ്പൊ ഓർത്ത് നോക്കാം, ടൈം അല്ലെ, ആ ടൈം കുറച്ച് മതി, പെട്ടെന്ന് അത് നടക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോ റിയാക്ടൻസ് അവിടെ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും, പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? കൂടും. കേട്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ റേറ്റിന്റെ അനദർ ഇക്വേഷൻ എന്തായിരിക്കും? റേറ്റ് ഈക്വൽ ടു പ്ലസ് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. കേട്ടോ? ഓർത്ത് നോക്കാം. ഡെൽറ്റ ടി ഓർത്ത് നോക്കാം. ഇനി ഇവിടെ നമുക്ക് പറയാം, നേരത്തെ എടുത്ത ഒരു ബുക്ക് വേണ്ട. പെട്രോൾ എടുത്തു. പെട്രോൾ ആദ്യം 10 ഗ്രാം എടുത്തു എന്ന് കരുതാ. 10 ഗ്രാം അത് കത്തിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഒരു എന്താ പറയാ, കുറച്ച് കഴിഞ്ഞ സമയത്ത് അത് കൺവേർട്ട് ചെയ്തിട്ട് ഒരു 2 ഗ്രാമിലേക്ക് മാറി. 10 ഗ്രാം എന്തിലേക്ക് മാറി? 2 ഗ്രാമിലേക്ക് മാറി. അപ്പൊ സാധാരണ നമ്മൾ എങ്ങനെ ചെയ്യണ്ടേ? ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഫൈനൽ എത്രയായിരുന്നു? 10 ഗ്രാം എത്രയിലേക്ക് പോയി? 2 ഗ്രാം. ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? 2 മൈനസ് 10 എത്ര കിട്ടും? -8. ആ മൈനസും ചേർന്ന് എന്താവും? പ്ലസ്. അതിന് വേണ്ടിയിട്ടാണ് ഈ മൈനസ് കൊടുക്കുന്നത്. ശരിക്കും കേട്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ നമ്മൾ എപ്പോഴും കോൺസെൻട്രേഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഡെൽറ്റ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫൈനൽ മൈനസ് ഇനീഷ്യൽ. അങ്ങനെ ചെയ്യുമ്പോൾ മൈനസ് വരും. അത് എന്ത് ചെയ്യാം? പ്ലസ് ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കേട്ടോ? അപ്പൊ കൺസേൺ മനസ്സിലാവണം. ഒരിക്കലും റേറ്റ് എന്താവുന്നില്ല? നെഗറ്റീവ് ആവുന്നില്ല. കേട്ടോ? ഓർത്ത് നോക്കാം. എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം. കേട്ടോ? ഓർത്ത് നോക്കാം. വേഗം എഴുതി. റിയാക്ടന്റ് ഗീവ്സ് പ്രൊഡക്റ്റ് റേറ്റ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, ഓർ എന്താണ്? റേറ്റ് ഈക്വൽ ടു ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, ഓർ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. വേഗം എടുത്ത് കേട്ടോ? ഇങ്ങനെ ഈ സ്ക്വയർ ബോക്സ് ഇട്ടാൽ അതിന്റെ മീനിങ് എന്താ? മോളാർ കോൺസെൻട്രേഷൻ. സ്ക്വയർ ബ്രാക്കറ്റ് തന്നെ ആയിരിക്കണം, സാധാരണ ബ്രാക്കറ്റ് വരുന്നത്. കേട്ടോ? അതുകൂടി പറയാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ബ്രാക്കറ്റ് വെട്ടിക്കളയരുത്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന് സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. സ്ക്വയർ ബ്രാക്കറ്റിന്റെ മീനിങ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ആണ്. കേട്ടോ? ഓർത്ത് നോക്കാം. ഇനി ഇതിന്റെ താഴെ യൂണിറ്റ് ഓഫ് റേറ്റ്. യൂണിറ്റ് ഓഫ് റേറ്റ്. യൂണിറ്റ് എങ്ങനെയാണ് നോക്കുന്നത്? ഡിറൈവ്ഡ് യൂണിറ്റ് അല്ലേ? അപ്പോ മൊളാർ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മൊളാരിറ്റിയുടെ യൂണിറ്റ് എന്താ? മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ പഠിപ്പിച്ചേക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇപ്പൊ മൊളാരിറ്റിയുടെ യൂണിറ്റ് എന്താ? മോൾ പെർ ലിറ്റർ അല്ലേ? ഓർക്കുക. അപ്പൊ ശരിക്കും ഇതിന്റെ യൂണിറ്റ് കേട്ടോ, യൂണിറ്റ് ഓഫ് റേറ്റ് കേട്ടോ, യൂണിറ്റ് ഓഫ് റേറ്റ് എന്ന് എഴുതിയേ. എന്നിട്ട് എങ്ങനെ വരും ശരിക്കും? അത് മോൾ കേട്ടോ L⁻⁻1 ഇതാണ് മൊളാരിറ്റി കേട്ടോ. ഓർക്കുക. ഇതിങ്ങനെ ഈ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുന്ന മൊളാരിറ്റി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ടി എന്ന് പറഞ്ഞാൽ എന്താ? ടൈം. ടൈം ജനറലി എന്തായിട്ട് എടുക്കണ്ടേ? സെക്കൻഡ്സ്. എസ് ന് മുകളിലേക്ക് കൊണ്ടുവന്ന ദൂരം മോൾ L⁻⁻1 S⁻⁻1 കേട്ടോ. ഓർത്ത് നോക്കുക. ഇതാണ് എന്റെ യൂണിറ്റ്. എഴുതി നോക്കുക കേട്ടോ. യൂണിറ്റ് ഓഫ് റേറ്റ് മോൾ L⁻⁻1 S⁻⁻1. എങ്ങനെ കിട്ടി? ഈക്വേഷനിൽ നിന്ന് അല്ലേ? ഈ ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്ത മൊളാരിറ്റി ആണ്. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വരുമ്പോഴാണ് അല്ലേ L⁻⁻1 വരാൻ കാരണം എന്താ? ഡിവിഷൻ ഉണ്ടാവും അല്ലേ? ഓർത്ത് നോക്കുക. ഇനി ഈ ടൈം ഇവിടെ കൊടുത്തു സെക്കൻഡ് നമ്മൾ കൊടുക്കുന്നത് ടൈം ഉണ്ട്. ആ എസിന് മുകളിലേക്ക് എടുത്താൽ വരും -1 വരും കേട്ടോ. ഓർത്ത് നോക്കുക. കുറച്ച് ഞാൻ ചോദിക്കും കേട്ടോ. ഇങ്ങനെ ചെറിയ ചാപ്റ്റർ ആണ്, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ് പറയിപ്പിച്ച് തന്നെ പോവുള്ളൂ. കാരണം മനസ്സിലാവണം കേട്ടോ. എളുപ്പമുള്ള പരിപാടിയാണ്. ചോദിച്ചോ. അതെ, ഇത് മൊളാരിറ്റി അല്ലേ? മൊളാരിറ്റി ആണ്. മൊളാരിറ്റിയുടെ യൂണിറ്റ് എന്താ? മോൾ മോൾ പെർ ലിറ്റർ അല്ലേ? അതുകൊണ്ടാണ് മോൾ L⁻⁻1. എസ് മോളിലേക്ക് വന്നാൽ എന്ത് വരും? S⁻⁻1 കേട്ടോ. ഓർക്കുക. ഓൺലൈനിൽ ഇരിക്കുന്ന ഇഗ്നാഷ് കേട്ടോ, സൗരഭ്, സലീം കേട്ടോ. വീഡിയോ ഓൺ ആക്കണം. നിങ്ങൾ ഇവിടെ ഉണ്ടാവുന്നു എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. ഇതെന്തായാലും ചോദിക്കൂ കേട്ടോ. ഇഗ്നാഷ് എന്ത് പറയുന്നുണ്ട്? എന്തുപറ്റി മോനെ? പറഞ്ഞു. ഇപ്പൊ ഓക്കെ. ഇപ്പൊ ഓക്കെ.
നെക്സ്റ്റ് ഒരു യൂണിറ്റും കൂടി ഉണ്ട് കേട്ടോ, ഓർത്ത് നോക്കുക. പാർഷ്യൽ പ്രഷർ വന്നു കഴിഞ്ഞാൽ ATM raised to S raised to -1 കേട്ടോ. ഓർ എന്ന് പറഞ്ഞിട്ട് ഇതും കൂടി എഴുതി വെക്കുക. ATM S raised to -1 കേട്ടോ. ഇതെങ്ങനെ ഒന്നും പറഞ്ഞുതരാം. another unit ATM S raised to -1. ATM S raised to -1. ATM എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷറിന്റെ യൂണിറ്റ് ആണ് ATM. വേറെ എന്തൊക്കെയുണ്ട്? ബാർ. വേറെ എന്തൊക്കെയുണ്ട്? പാസ്കൽ. വേറെ ഏതൊക്കെയുണ്ട്? HG. കുറെ യൂണിറ്റുകൾ ഉണ്ട്, പുറത്തു നോക്കാം. അപ്പൊ ഇവിടെ ഇത് R എന്ന് പറയുന്നത് പ്യുവർ ഗ്യാസ് ആയിട്ട് ഒരു പ്രഷർ ആണ് തരുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? ATM raised to S raised to -1. നിങ്ങളുടെ വീട്ടില് LPG ഗ്യാസ് ഉണ്ട് അല്ലെ? നിങ്ങൾ കോൺസെൻട്രേഷൻ ഒക്കെ തുറന്നു നോക്കൂ. ഇല്ല അല്ലെ? അതിലെന്താണ് പറയാ? അവിടെ പ്രഷർ അല്ലെ? എങ്ങനെയാ നമ്മൾ നോക്കുക? പ്രഷർ ഉണ്ട് കേട്ടോ, ഓർത്ത് നോക്കുക. അത്രയും ഒരു പെർട്ടിക്കുലർ പ്രഷർ കൊടുക്കുമ്പോഴാണ് അത് ഫിൽ ആവുന്നേ. അങ്ങനെയല്ലേ ചെയ്യുന്നേ അല്ലെ? ഓർത്ത് നോക്കുക. അപ്പൊ അവിടെയൊക്കെ പ്രഷർ ചേഞ്ച് നോക്കൂ. നമുക്ക് ഇതിൽ വലിയ കാര്യമായിട്ട് വന്നില്ല കേട്ടോ, നമുക്ക് കോൺസെൻട്രേഷൻ വെച്ച് തന്നെയാണ്. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. എങ്ങാനും വൺ വേർഡ് ആയിട്ട് ചോദിക്കാം ഓപ്ഷനിലെ. ചിലപ്പോൾ ഈ ഓപ്ഷൻ ഉണ്ടാവില്ല, ഇതായിരിക്കും. അപ്പൊ ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ കിട്ടില്ല, നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതും കൂടി എടുത്തിരിക്കുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യണം. റേറ്റ് ഓഫ് റിയാക്ഷൻ ഒന്ന് അപ്ലൈ ചെയ്യാൻ പോവാണ്. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് അപ്ലൈ ചെയ്യുന്ന ഒരു എക്സാമ്പിളിലേക്ക് എഴുതിയിട്ടാണ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ ആണ് ആദ്യം ചെയ്യുന്നത്. HI gives അങ്ങനത്തെ എക്സാമ്പിൾ 2HI gives H2 plus I2. ഇതിന് താഴെ കേട്ടോ യൂണിറ്റ് ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചേ 2HI gives H2 plus I2. 2HI gives H2 plus I2. 2HI gives H2 plus I2. ഇതിന്റെ ഈ റേറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു? അവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ട്, അവിടെ നോക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. റേറ്റ് ഈക്വൽ ടു നമ്മൾ എന്താ പഠിപ്പിച്ചേക്കുന്നേ? മൈനസ് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ആർ ഏതാണ് ഇതില്? റിയാക്ടന്റ് ഏതാ? HI. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? റിയാക്ടന്റ്. ഇതിനാണ് റിയാക്ടന്റ്. ഈ സൈഡ് എന്താ? പ്രൊഡക്റ്റ് അല്ലേ? ഓർത്ത് നോക്കാം. അപ്പോ നമ്മൾ എഴുതുമ്പോ ഈ HI ഉണ്ട്, പക്ഷെ ഈ 2 ഉണ്ട്. ഈ 2 വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ എഴുതണം 1/2. മൈനസ് നമുക്ക് കോമൺ ആയിട്ട് ഈ മൈനസ് ആണ് ഇവിടെ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. അപ്പോ റേറ്റ് ഈക്വൽ ടു മൈനസ് 1/2 ഇൻറ്റു എന്തായിരിക്കും? ഡെൽറ്റ HI ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. നോക്കാം. ഓർ എന്തായിരിക്കും? അല്ലെങ്കിൽ ഈക്വൽ ടു, ഓർ അല്ലെങ്കിൽ ഈക്വൽ ടു അല്ലേ? ഇതിൽ എനി വൺ ആണ്, എനി വൺ ഓഫ് ദി റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് ആണ്. then ഇവിടെ നോക്കി ഇത് പ്രോഡക്റ്റ് ആണ്. അപ്പൊ എന്ത് വരും? ഡെൽറ്റ H. ഇതെന്താ മൈനസ് കൊടുക്കാഞ്ഞേ? പ്രോഡക്റ്റ് ആയതുകൊണ്ട് അല്ലേ? ഓർത്ത് നോക്കാം. ഡെൽറ്റ ടി ഓർ ഡെൽറ്റ I2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. എഴുതരുത് കേട്ടോ, ഇത് കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ടോപ്പിക്കിൽ. ഇവന്ന് എഴുതി വെച്ചേ റേറ്റ് ഈക്വൽ ടു മൈനസ് നെഗറ്റീവ് കൊടുക്കാൻ കാരണം എന്താ? 1/2 ഡെൽറ്റ HI ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഇതെന്തുകൊണ്ടാ 1/2 കൊടുത്തേ? ഈ സ്റ്റോഷിയോമെട്രി കണ്ടോ, ഇതിന്റെ ഫ്രണ്ടിൽ 2 ഉണ്ട്. 2 വന്നാ 1/2. അപ്പൊ 3 വന്നാ എന്ത് ചെയ്യും? 1/3. കണ്ടോ, ഓർത്ത് നോക്കാം. ഇവിടെ 4 വന്നാ എന്ത് ചെയ്യണം? 1/4. കണ്ടോ, ഓർത്ത് നോക്കാം. ഈ സൈഡിൽ 4 വന്നാ 1/4. കണ്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെ എവിടെയെങ്കിലും ഈ ഫ്രണ്ടിൽ. അപ്പൊ ആദ്യം നോക്കണ ബാലൻസ്ഡ് ഇക്വേഷൻ ആയിരിക്കണം അല്ലേ? ബാലൻസ്ഡ് ഇക്വേഷൻ ആയിരിക്കണം, എന്നിട്ടാണ് ഇങ്ങനെ ചെയ്യട്ടെ കേട്ടോ. എന്തോ ഡൗട്ട് ഉണ്ടോ? ചോദിച്ചു. റിയാക്ടന്റ് അവിടെ I2 വന്നാ ഡെൽറ്റ I2 എഴുതണം കേട്ടോ. ഇവിടെ എന്ത് വരുന്നു? എത്ര നമ്പർ വന്നാലും അതുപോലെ കേട്ടോ. നോക്കാം. മൈനസ് എന്തുകൊണ്ടാ? റിയാക്ടന്റിന്റെ അവിടെ മൈനസ് ആയിരിക്കണം കേട്ടോ. ഓർത്തോക്കാം. റിയാക്ടന്റ് വന്നാൽ മൈനസ്. മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? കുറയുന്നു, അത്രയും മീനിങ് ഉള്ളൂ കേട്ടോ. ഓക്കെ. ഡിക്രീസിങ് കോൺസെൻട്രേഷൻ P2 ആയതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ബാലൻസ് ചെയ്യുന്ന സമയത്ത് പ്രൊപ്പോർഷണലി അല്ലേ? നമ്മൾ പണ്ട് പഠിച്ചല്ലേ സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞത്. ഇത് 2 ഉണ്ടാവും, ഇത് 2 എന്താവുള്ളൂ? 1 പ്ലസ് അല്ലേ? അപ്പൊ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി സ്റ്റോഷിയോമെട്രി. അപ്പൊ ഈ ഫ്രണ്ടില് സ്റ്റോഷിയോമെട്രിക് വാല്യൂ വരുന്നത് എന്താക്കിയാണ്? 1/2 ആക്കി എടുത്താലേ അത് കറക്റ്റ് ആകും കേട്ടോ. ഏത് നമ്പർ വന്നാലും അങ്ങനെ എടുക്കും, 1/2 ആക്കി എടുക്കും കേട്ടോ. അതാണ് റൂൾ കേട്ടോ. അപ്പൊ ഇവിടെ 6 ആണെങ്കിൽ എന്ത് എഴുതണം? 1/6.
ഇവിടെ 5 ആണെങ്കിൽ എന്ത് എഴുതാം? എവിടെ വന്നാലും റിയാക്ടന്റ് പ്രൊഡക്റ്റ് എവിടെ വന്നാലും അത് അതുപോലെ തന്നെ എഴുതാം കേട്ടോ. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ഓർത്ത് നോക്കാം, ഇതിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ പാറ്റേണിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് വരാം. ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻ തന്നെയാണ്, നിങ്ങൾ അതിനെ ഷോർട്ട് ആക്കി ഒന്ന് എഴുതിക്കും എന്തായാലും കേട്ടോ. ഒന്ന് എഴുതി വെച്ചു. ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എങ്കിലും അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് എഴുതി വെച്ചു കേട്ടോ. ഓർത്ത് നോക്കാം. The decomposition of N2O5. The decomposition of N2O5. The decomposition of N2O5. അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ടെമ്പറേച്ചർ അതൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ആവശ്യമുള്ള വേർഡിങ് മാത്രമേ എഴുതുള്ളൂ കേട്ടോ. The decomposition of N2O5. Full stop. Initially, the concentration of N2O5. Initially, the concentration of N2O5. Initially, the concentration of N2O5 is 2.33 is 2.33 mole L raised to minus 1 mole per liter. Initially, the concentration of N2O5 is 2.33, and after 184 minutes, it is reduced to 2.08 mole per liter. Calculate the average rate of reaction. Calculate the average rate of reaction. ഇനി അവര് ഇൻ ടേംസ് ഓഫ് അവർ മിനിറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് വേണ്ട കേട്ടോ. ഓർത്ത് നോക്കുക, ഇപ്പൊ നമ്മള് റേറ്റ് എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ കേട്ടോ. ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ഫുൾ സ്റ്റോപ്പ്. ഒരു പോയിന്റ് കൂടിയുണ്ട്. What is the rate of production of NO2? What is the rate of product of NO2? What is the rate of production of NO2 during this period? What is the rate of production of NO2 during this period? During this period. During this period. ഇതാണ് ചോദ്യം. ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ക്വസ്റ്റൻ ആണ്, വിത്ത് ആൻസർ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. പക്ഷെ ഇത് എഴുതാൻ കാരണം നമുക്ക് അധികം ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇല്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് അതിൽ ഏറ്റവും നല്ല ക്വസ്റ്റ്യൻ കേട്ടോ. ഓർത്ത് നോക്കാം, ഇതിനു മുമ്പ് ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് ബോർഡിൽ. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എടുത്ത് ചോദിച്ചേക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതിൽ സാധാരണ ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, പിന്നെ അല്ലാതെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ. പക്ഷേ ഈ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നോക്കാം. ഇതിന്റെ റിയാക്ടന്റ് ആ തന്നേക്കുന്ന ഇക്വേഷൻ തന്നിട്ടുണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം, ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇക്വേഷൻ തന്നേക്കുന്നത് N2O5 gives N2O5. അതിനെന്ത് ചെയ്യും എന്നാ പറയുന്നത്, ഡീകമ്പോസിഷൻ ചെയ്തു. അപ്പോൾ വന്നേക്കുന്നത് NO2 plus O2. NO2 plus O2. ബാലൻസിങ് ആയിട്ട് തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ബാലൻസിങ് തരേണ്ട ആവശ്യമില്ല, പക്ഷെ അവർ കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്ത് നല്ല ഭംഗിയിലാണ് തന്നേക്കുന്നത്. ഇവിടെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഇക്വേഷൻ തന്നെ. ഇത്രയാണ് ക്വസ്റ്റ്യൻ. ഓർത്ത് നോക്കാം, റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എനി വൺ ഓഫ് ദി അല്ലെ റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് ആണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ട ആദ്യം നിങ്ങൾ എന്ത് എഴുതണം, ഫസ്റ്റ് ആൻസർ ഒന്ന് എഴുതി. ആൻസർ എഴുതുമ്പോൾ ആദ്യം നിങ്ങൾ നമ്മൾ പഠിച്ചേക്കുന്ന കാര്യം മുഴുവൻ എഴുതണം. എങ്ങനെയാ പഠിപ്പിച്ചേക്കുന്നത്? റേറ്റ് ഈക്വൽ ടു എന്താ പഠിപ്പിച്ചേക്കുന്നത്? മൈനസ് ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി കേട്ടോ. ഓർത്ത് നോക്കാം, ഇത് എനിക്ക് അറിയാത്തോണ്ടല്ല, നിങ്ങൾ എഴുതണം കേട്ടോ. ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇനി ഏറ്റവും ബാക്കിൽ അവിടെ നിന്ന് തുടങ്ങി കേട്ടോ. ഓർത്ത് നോക്കാം, ഏറ്റവും ബാക്കിലുള്ള ആൾ പറഞ്ഞേ, ഇതില് ഏതാണ് റിയാക്ടന്റ് എന്ന് പറയുമ്പോൾ ഏതാ? ഇതാണോ? അല്ല അല്ലെ, N2. ഞാൻ എങ്ങനെ എഴുതണം താൻ പറഞ്ഞു കേട്ടോ. ഓർത്ത് നോക്കാം, റേറ്റ് ഈക്വൽ ടു
മൈനസ് അല്ലെ ഡെൽറ്റ ധൈര്യമായിട്ട് പറഞ്ഞോ. വെരി ഗുഡ്. കണ്ടോ 1/2. വെള്ളം ഭയങ്കര അറ്റൻറ്റീവ് ആയിരുന്നു അല്ലേ. ഓർക്കുക n2 ഡെൽറ്റ n2 of 5 divided by delta t and okay equal to അടുത്ത ആളോ ഇതിൽ 4 ആണ് അല്ലേ. പറഞ്ഞു ശരിയല്ലേ. 1/4 ഉണ്ടോ ഓർത്ത് നോക്കാം. ഇവിടെ മാത്രം നോക്കിയാൽ മതി നിങ്ങൾ 1/4. ഇനി എന്ത് ചെയ്യണം? ഡെൽറ്റ NO2 by delta t. ഇനി എന്ത് ചെയ്യണം? O5 പറഞ്ഞു കേട്ടോ. ഇനി എന്തായിരിക്കും? ഡെൽറ്റ O2 divided by ഡെൽറ്റ. ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. ഈ ഇത് ഒന്നും മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? എല്ലാത്തിനും റെസിപ്രോക്കൽ എടുത്താൽ വേറെ ഒന്നുമില്ല. മനസ്സിലായോ? 1/4 1/2 ഈ 4 ഒന്ന് മനസ്സിലായോ? 4 വന്നത് എങ്ങനെയാ? ഇക്വേഷൻ ഉണ്ടോ? എന്ത് അല്ല ചിലപ്പോ നമ്മൾ മാറി. അപ്പൊ എനിവേ മനസ്സിലായല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഇനി ക്വസ്റ്റിലേക്ക് വരാവും കേട്ടോ. ഓർത്തോക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇതിന് ആവശ്യമുള്ളത് ചിലപ്പോൾ അവര് തരുന്നത് ഇതിൽ തന്നേക്കുന്നത് എന്താ? ഇതിന്റെ കോൺസെൻട്രേഷനാണ്. ശരിയല്ലേ? ചില ക്വസ്റ്റ്യൻ അവർ തരുന്നത് ഈ O2ന്റെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഒരു എന്തിനാ O2ന്റെ തന്നെ ബാക്കി തന്നൂടെ? അങ്ങനെയല്ല, ഏതെങ്കിലും ഒരെണ്ണം തരുള്ളൂ ഇത് കണ്ടെത്താനായിട്ട്. ഇനി നോക്കിയേ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞേ. ഇതില് നമുക്ക് തന്നേക്കുന്നത് ഇയാളെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് മാത്രം എഴുതിയാൽ പോരെ? എനി വൺ ആണ് ആക്ച്വലി അല്ലേ. ഓർത്ത് നോക്കുക. എന്താ വരുന്നത്? എനി വൺ ഓഫ് ദി കോൺസെൻട്രേഷൻ. അപ്പൊ റേറ്റ് ഈക്വൽ ടു -1/2 എന്ത് ചെയ്യണം? ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഫൈനൽ എത്രയായിരുന്നു? 2.08 മൈനസ് 2.33 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എത്രയാണ് വരുന്നത്? 184 മിനിറ്റ്സ്. ശ്രദ്ധിക്കുക, ഇത് മിനിറ്റ് ആണെങ്കിൽ നമ്മുടെ യൂണിറ്റ് നേരത്തെ എസിന് പകരം എന്ത് എഴുതണം? മിനിറ്റ് എന്ന് എഴുതണം. നേരത്തെ എഴുതിയില്ലേ? നേരത്തെ യൂണിറ്റ് എന്താ എഴുതിയ? മോൾ L raised to -1 S raised to -1. മിനിറ്റ് ആണെങ്കിൽ എന്ത് എഴുതണം? മിനിറ്റ് raised to -1. അവർ ആണെങ്കിൽ എന്ത് എഴുതണം? അവർ raised to -1. ഇനി ഇതിനെ സെക്കൻഡിലേക്ക് വെക്കണമെങ്കിൽ സെക്കൻഡ് ചെയ്യാം. മനസ്സിലായി? ഒരു ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മിനിറ്റിൽ കാണണം, അവറിൽ കാണണം, സെക്കൻഡിൽ കാണണം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? ഇപ്പൊ നമുക്ക് എന്തായാലും മിനിറ്റിൽ കാണാം. ഓക്കെ, അപ്പൊ ഈ മിനിറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ വാല്യൂ? 2.33 ന്ന് 0.08 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 0.25 അല്ലേ? അത് നോക്കാം. ഇത് മൈനസ് ആയിരിക്കും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പൊ എന്ത് വരും? 0.25 ഡിവൈഡഡ് ബൈ എന്ത് വരും? 2 × 184 കേട്ടോ. ഓർത്ത് നോക്കാം. 2 × 184 അത് ഇവർക്ക് കിട്ടിയേക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞേക്കാം. 6.79 × 10⁻⁻⁴ എന്ന് എഴുതി വെച്ചേ. 6.79 × 10⁻⁻⁴ യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് എഴുതി മാർക്ക് പോവും. മോൾ L raised to -1 S ന് പകരം എന്ത് കൊടുക്കണം? മിനിറ്റ് raised to -1 കേട്ടോ. നോക്കാം. മിനിറ്റ് raised to -1 ഇതാണ് ആൻസർ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇത് സെക്കൻഡിലാണ് കണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ അല്ലെ മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 60 കേട്ടോ. അപ്പൊ മിനിറ്റ് എന്ന് പറയുന്നതിനെ നമ്മൾ സെക്കൻഡ് ആക്കാൻ ഇൻറ്റു 60. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ ഈ വാല്യൂ വ്യത്യാസം വരും. എന്ന് പറഞ്ഞാൽ ഈ കിട്ടുന്ന വാല്യൂ ഡിവൈഡ് ബൈ 60 ചെയ്താൽ പോരെ? അത് ചെയ്താൽ എന്ത് കിട്ടും? സെക്കൻഡിലേക്ക് കിട്ടും. ഇനി അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? മിനിറ്റിനെ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മൾട്ടിപ്ലൈ 60 ആണ്. മിനിറ്റിനെ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 60. അപ്പോൾ ഇവിടെ ഡിവൈഡഡ് ബൈ 60 കൊടുത്താൽ എന്ത് പറ്റും?
മുകളിലേക്ക് ന്യൂമറേറ്ററിലേക്ക് പോകും. അപ്പോ നിങ്ങൾക്ക് ഇതിനെ അവറിലേക്കാണ് കണ്ടെത്തണമെങ്കിൽ എന്താണ് മിനിറ്റിനെ അവറിലേക്ക് ആക്കാം കേട്ടോ. ഓർത്ത് നോക്കാം എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 60 ചെയ്യാം. അപ്പൊ മുകളിലേക്ക് ഇവിടെ 60 വരും കേട്ടോ. ഓർത്ത് നോക്കാം എന്ന് പറഞ്ഞാൽ ഈ കിട്ടുന്ന വാല്യൂ ഇൻറ്റു 60 ചെയ്താൽ എന്ത് കിട്ടും കേട്ടോ. ഓർത്ത് നോക്കാം അവറിലേക്ക്. അപ്പൊ അവർ മിനിറ്റ് ഒക്കെ കൺവേർഷൻ ഒക്കെ വരുമ്പോൾ ക്ലിയർ ആയിട്ട് കൊണ്ടുവന്നേക്കണം കേട്ടോ. ഓർത്ത് നോക്കാം മറക്കരുത്. ഓക്കെ ആണോ? അപ്പോ ഇത് കിട്ടി. ഇനിയും തുടങ്ങിയിട്ടില്ല. ഇതില് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഇത്ര വരെ എഴുതിയ കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ഇത് വായിക്കാനായിട്ട്. എന്തായിരുന്നു? ഇതാണ് ആവറേജ് റേറ്റ്. പിന്നെ എന്താ വേണ്ടേ അവർക്ക്? വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് NO2 ഡ്യൂറിംഗ് ദിസ് ടൈം അല്ലേ? ഓർത്ത് നോക്കാം. നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് റേറ്റ് കിട്ടി ശരിയല്ലേ? ഈ ക്വസ്റ്റ്യനിലേക്ക് വന്ന ഇവിടെ റേറ്റ് കിട്ടി. ഇവർക്ക് വേണ്ടത് NO2 റേറ്റ് ആണ്. എന്താ വേണ്ടേ? NO2 റേറ്റ് എന്ന് പറഞ്ഞാൽ NO2/ΔT കിട്ടണം. റേറ്റ് ഇവിടെ കിട്ടിയില്ലേ? ഇനി അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. റേറ്റ് ഓൾറെഡി കിട്ടി. ഇതേ റേറ്റ്, ഈ റേറ്റിന്റെ വാല്യൂ ഇവിടെ കൊടുക്കും, ഇവിടെ കൊടുക്കും. ഇനി ഇതിന്റെ വാല്യൂ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്, റേറ്റ് ഓഫ് NO2. അതുപോലെ O2 ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. റേറ്റ് ഓഫ് NO2 കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റേറ്റിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടി അല്ലെ? റേറ്റ് ഈക്വൽ ടു എത്ര കിട്ടിയ? 6.79 into 10⁻⁻4 ഈക്വൽ ടു റേറ്റ് ഈക്വൽ ടു എന്താ അല്ലെ? ഇത് കൊടുക്കണമെന്നില്ലല്ലോ. ഇതല്ലേ നമുക്ക് വേണ്ടത്. 1/4 into ഡെൽറ്റ NO2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ. റേറ്റ് ഓഫ് NO2 എന്ന് പറഞ്ഞാൽ ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഇത് മാത്രമായിട്ട് എത്രയായിരിക്കും? അപ്പോ therefore എന്തായിരിക്കും? ഡെൽറ്റ NO2/ΔT ഈക്വൽ ടു എന്ത് വരും അല്ലേ? ഈ 4 ഇപ്പുറത്തേക്ക് പോകല്ലേ? അപ്പൊ എന്ത് വരും? 4 into 6.79 into 10⁻⁻4 എത്ര കിട്ടി? 27.16 into 10⁻⁴. കേട്ടോ. ഓർത്ത് നോക്കാം. ഇതാണ് ആൻസർ ആയിട്ട് വരും കേട്ടോ. ഓർത്ത് നോക്കാം. റേറ്റിന്റെ യൂണിറ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, മിനിറ്റ് ആയിരിക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. എന്തായിരിക്കും? mod L⁻⁻1 minute raised കേട്ടോ. അപ്പോ എന്തായിരിക്കും? റേറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ ഇത് കണ്ടെത്താൻ. ഇനി O2 ചോദിച്ചിട്ടില്ല. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആൻസർ? ഇത് O2 ചോദിക്കാൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും, 6 പോയിന്റ് കേട്ടോ. അപ്പോൾ ഒരു ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും റേറ്റ് ഓഫ് റിയാക്ഷൻ ഓഫ് O2 കേട്ടോ. ഓർത്ത് നോക്കുക. അങ്ങനെ വരുമ്പോൾ ഇതാണ് ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പോൾ ഇതിലാകെ പഠിക്കാനായിട്ടുള്ളത് ആ ഇക്വേഷൻ പഠിക്കാനുണ്ട്, എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്നുള്ള മെത്തേഡ് ആണ് പഠിക്കാനുള്ളത്. അല്ലാതെ കുറെ വലിയ കണ്ടന്റ് ഉണ്ടോ? ഇല്ല കേട്ടോ. ഫസ്റ്റ് ടോപ്പിക് ആണ്, അത് അപ്ലൈ ചെയ്യുന്ന കൺസെപ്റ്റുമാണ് ആക്ച്വലി വരുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഒരു പോയിന്റ് ഉണ്ട് നമുക്ക് ഇതിൽ, ഈ ടോപ്പിക്കില്. അത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഹെഡിങ് എന്ന് എഴുതി വെച്ചേ. സബ് ടോപ്പിക് ആണ് കേട്ടോ. ഫസ്റ്റ് ടോപ്പിക്കിന്റെ അണ്ടറിലാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. Instantaneous rate. Instantaneous rate. Instantaneous rate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇൻസ്റ്റന്റ് ദോശ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസ്റ്റന്റ് ദോശ ആരും കഴിച്ചല്ലേ? അത് നല്ല ചൂടോടുകൂടി അപ്പം ഉണ്ടാക്കി തരും. ഇങ്ങനെ ചൂടൊക്കെ ഇങ്ങനെ വന്ന ആ സ്മെല്ലൊക്കെ കിട്ടണം. മനസ്സിലായി? ഓർത്ത് നോക്കുക. നെയ് റോസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഇൻസ്റ്റന്റ് ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആണ്. കഴിച്ചല്ലേ? എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോ ഈ സംഭവം എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസ്റ്റന്റ് ആണ് എങ്കിൽ എന്താണ് അതിന്റെ മീനിങ് അല്ലേ? ഓൺ ദാറ്റ് മൊമെന്റ്, അത്രേ ഉള്ളൂ. അപ്പൊ ഇൻസ്റ്റന്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പൊ ജെറോം ഭയങ്കര സ്പീഡിൽ വണ്ടിങ്ങനെ ഓടിച്ച് പോവാണെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റന്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് സ്പീഡോമീറ്ററിൽ നോക്കുന്നത് അല്ലേ? ഓർത്ത് അത് കൂടാം കുറയാം അതൊക്കെ വരാം. അപ്പോ ഇതിലും ഇത്രേ ഉള്ളൂ. റേറ്റ് ഓഫ് റിയാക്ഷൻ അറ്റ് ദാറ്റ് മൊമെന്റ്. അറ്റ വേർഡ് ഉള്ളൂ കേട്ടോ. സ്റ്റേറ്റ്മെന്റ് എഴുതാം, ഇത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നും എഴുതി വെച്ചു. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത് എഴുതി വെക്കാം. The rate at a particular moment of time, we determine the instantaneous rate.
rate. We determine instantaneous rate. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക ഡെൽറ്റ ടി അപ്രോച്ചസ് സീറോ. ഡെൽറ്റ ടി അപ്രോച്ചസ് സീറോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരുന്നത്. നമ്മൾ നേരത്തെ എഴുതിയ ഡെൽറ്റയ്ക്ക് ഡി വെച്ച് കൊടുക്കാൻ നോക്കുക. ഡെൽറ്റ തന്നെയാണ്, ഡി വെച്ചിട്ടാണ് ഇങ്ങനെ എഴുതുള്ളൂ. ഡി ടി ഓർത്ത് നോക്കുക. ഓർ എന്തായിരിക്കും? മൈനസ് ആണ്. Then delta t approaches zero. കേട്ടോ ഓർത്ത് നോക്കുക. approaches zero എന്ന് പറയുമ്പോൾ സീറോ അല്ല, സീറോന്റെ നിയർ ബൈ ആയിട്ട്. കേട്ടോ ഓർത്ത് നോക്കുക. ഇങ്ങനെ സിമ്പിൾ ഒക്കെ കണ്ടാൽ അത് ഇൻസ്റ്റന്റേനിയസ് ആണെന്ന് കണ്ടെത്തേക്കണം. കേട്ടോ ഓർത്ത് നോക്കുക. പലപ്പോഴും ഒരു ഡെൽറ്റ ടി സീറോ കൊടുത്തിട്ട് ബാക്കിയുള്ള ഇക്വേഷൻ ഒക്കെ നമ്മൾ നേരത്തെ എഴുതിയ പോലെ കൊടുക്കും. അപ്പോൾ അത് ഇൻസ്റ്റന്റേനിയസ് ആണെന്ന് മെൻഷൻ ചെയ്തു. ഏതാ? ഇല്ല, മൈനസ് ഇത് മാത്രം മൈനസ് ഉള്ളൂ കേട്ടോ. delta p divided by delta t. ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഫസ്റ്റ് ടോപ്പിക് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ട്. ഗ്രാഫ് നമുക്ക് ഈ ചാപ്റ്ററിൽ 6 ഗ്രാഫാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അത് ഒരുമിച്ചാണ് വരച്ചു വെക്കാൻ. കേട്ടോ നോക്കാം. അപ്പൊ അതിൽ ഈ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ കുറഞ്ഞു വരും. ഇത് റിയാക്ടന്റ്. പ്രൊഡക്റ്റ് എന്ത് പറ്റും? പ്രൊഡക്റ്റ് എന്ത് വരും? നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യും? കൂടി വരും. കേട്ടോ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇത് ഇങ്ങനെ കൂടി വരും ആക്ച്വലി. കേട്ടോ ഇത് പ്രൊഡക്റ്റ്, റിയാക്ടന്റ്. കേട്ടോ അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രാഫ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് നമുക്ക് ഒരുമിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. കേട്ടോ ഇത് മാത്രമല്ല, ഒരുമിച്ച് ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ 6 ഗ്രാഫാണുള്ളത്. കേട്ടോ നെക്സ്റ്റ് ഹെഡിങ് റേറ്റ് ലോ. അടുത്ത ഹെഡിങ് കേട്ടോ റേറ്റ് ലോ. അടുത്ത ഹെഡിങ് റേറ്റ് ലോ. അതിന്റെ ഡെഫിനിഷൻ ഫസ്റ്റ് എഴുതാം, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. സ്റ്റേറ്റ്മെന്റ് എഴുതി കേട്ടോ. റേറ്റ് ലോ. റേറ്റ് ലോ ഇസ് ദി എക്സ്പ്രഷൻ ഇൻ വിച്ച് rate law is the expression in which text bookla word ആണ് എഴുതുന്നത്. Rate law is the expression in which reaction rate is given in terms of molar concentration of reactants with each term raised to some power, with each term raised to some power, comma, which may or may not be same as the stoichiometric coefficient of the reacting species, stoichiometric coefficient of the reacting species in a balanced chemical equation. കേട്ടോ നോക്കാം. ഇനി നമുക്ക് ഈ ലോ എന്താണ് എന്നൊക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു റേറ്റ് ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്.
റേറ്റ് ഈക്വൽ ടു അതിന് മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പണ്ട് ഇക്വിലിബ്രിയത്തിലൊക്കെ എഴുതിയേക്കുന്ന പോലെ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഒക്കെ എഴുതുക. ഇക്വിലിബ്രിയം അല്ല, ഒരു എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത്. നമുക്ക് നോക്കാം എന്താ പരിപാടി. നോക്കാം. നമ്മൾ പറഞ്ഞ ഈ ലോ ആണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മുടെ ലോയെ കാണാതെ പറയും, നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാം കേട്ടോ. ഇത് നോക്കിയേ, ഇത് റിയാക്റ്റന്റ്, ഇത് എന്തായിരുന്നു പ്രൊഡക്റ്റ്. നേരത്തെ പറഞ്ഞ ഇതും തമ്മിലൊന്ന് കമ്പയർ. നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? എനി വൺ ഓഫ് ദി റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്റ്റ്, അങ്ങനെയല്ലേ പറഞ്ഞത് നേരത്തെ. ഇവിടെ പറയുന്നതല്ല, റേറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? അതിന് പകരമാണ് ഇൻ ടേംസ് കൊടുത്തേക്കുന്നത്. രണ്ട് സെയിം. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഈ സ്ക്വയറിന്റെ പേരെന്താ? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് കേട്ടോ. റേസ് ടു is another some power which may or may not be stoichiometric coefficient. അത് പരിപാടിയാണ്. ഈ എക്സും ഈ കുഞ്ഞിയെയും ഇല്ലേ, ഇത് ചിലപ്പോൾ സെയിം ആവും, ചിലപ്പോൾ എന്താവില്ല, സെയിം ആവില്ല കേട്ടോ. നോക്കാം. അപ്പോൾ എക്സ് ആൻഡ് എ ഇതാണ്. ചിലപ്പോൾ ഇവിടെ 2 ആണെങ്കിൽ ഇതും 2 ആകാം. അങ്ങനെ ആവുന്ന നിർബന്ധം ഇല്ല, അങ്ങനെ ആവില്ല കേട്ടോ. പുറത്ത് നോക്കാം. നോർമലി അത് എക്സും വൈയും എക്സ്പെരിമെന്റൽ വാല്യൂ ആണ്. ചില സമയത്ത് അവര് സെയിം ആകാം. അതാണ് സ്റ്റേറ്റ്മെന്റ് വാല്യൂ കേട്ടോ. നോക്കാം. അപ്പൊ ഈ ലോ പഠിക്കാൻ എളുപ്പമല്ലേ? എന്തായിരുന്നു? റേറ്റ് സിമ്പിൾ ആയിട്ട് വായിച്ചേ. റേറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഈച്ച് ടേം റേസ് ടു സം പവർ which may or may not be equal to balanced chemical equation. കേട്ടോ. സിമ്പിൾ ആയിട്ട് പഠിക്കുക. ഇനി അവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പകരം എന്ത് എഴുതി വെച്ചു? ഇൻ ടേംസ് ഓഫ്. ടെക്സ്റ്റ് ബുക്കിൽ കേട്ടോ, രണ്ടും സെയിം ആണ്. ഓർത്ത് നോക്കാം. അപ്പൊ എ ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ എഴുതിയത്. ഇനി പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാനായിട്ട് ഒരു കോൺസ്റ്റന്റ് കൊടുത്തു. അതിനെയാണെന്ന് വിളിക്കുന്നത് റേറ്റ് കോൺസ്റ്റന്റ് കെ കേട്ടോ. ഓർത്ത് നോക്കാം. ഇത്രയും വേഗം എടുത്ത് എഴുതി വെച്ചു. ഇനി ഇയാളെ പിടിച്ച് ബോക്സിലാക്കി വെക്കണം കേട്ടോ. ഓർത്ത് നോക്കുക. കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ് ഈ ചാപ്റ്ററിലുള്ള. Rate equal to k into a raised to x and b raised to y. Rate equal to k into a raised to x and b raised to y. എഴുതി കഴിഞ്ഞോ? ഹലോ പറഞ്ഞു. Rate constant can be expressed in terms of rate constant അല്ല, rate can be expressed in the terms of product of molar concentration of reactants raised to some number which may or may not be the stoichiometric coefficient. Clear? Rate is the type of reactants which is raised to some experimental policy. Which is raised to some power, like which may or may not be equal to balanced chemical equation. ഇതായിട്ട് ചിലപ്പോൾ rate is directly proportional to the reactants. മോളാർ കോൺസെൻട്രേഷൻ Molar concentration അല്ലെങ്കിൽ റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ മതിയാ. reactants raised to some powers which may or may not be equal to the stoichiometric coefficient. പിന്നെ ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ നോക്കാം. ഇനി ഇതിന് താഴെ എഴുതുക എക്സ് ആൻഡ് വൈ. ഇവര് ഇതിന്റെ താഴെ ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചു കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ തരും. എന്നിട്ട് ആ ഇക്വേഷൻ NO2 എന്ന് പറയും. എന്നിട്ട് അവർ പറയും അതിന്റെ ബാലൻസ് ചെയ്യുന്നൊക്കെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് എന്ന് പറയും. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് പറയും ഇത് ഈ ഇക്വേഷന് ഓക്കെ ആണ്, ഇനി മേലിൽ ഇതുപോലെ ഇങ്ങനെ നോക്കരുത്. ഏറ്റവും ലാസ്റ്റ് ആ പേജിലെ ഫസ്റ്റ് പേജ് വായിച്ചാൽ നമ്മൾ വരുന്നത് ഈ ബാലൻസ് ഇക്വേഷൻ സെയിം ആണ്. എന്നിട്ട് പറയും ഇത് എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അതാണ് എഴുതുന്നത് എക്സ് ആൻഡ് വൈ ഹൈഫൺ എഴുതിയിട്ട് എക്സ് കോമ വൈ ഹൈഫൺ എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി. എക്സും വൈയും എന്താണ്? എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി.
എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി. നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു വെള്ളം എടുത്തു, വെള്ളത്തിലേക്ക് സോഡിയം ഇട്ടു, പെട്ടെന്ന് റിയാക്ഷൻ നടന്നു അല്ലെ, അതിന്റെ ടൈമൊക്കെ ഞാൻ ചെക്ക് ചെയ്യുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നു, പുറത്തു നോക്കാം. ഇനി ആദ്യം ഒരു കാര്യം പഠിപ്പിച്ചു, ഈ രണ്ടാമത് പഠിപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ, എന്തിനു ഇത് പഠിപ്പിച്ചു? മറ്റത് തന്നെ പോലെ ഈ ലോ എന്താണ്, അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ടെക്സ്റ്റ് ബുക്കിൽ അതില്ല. എന്റെ ചോദ്യമാണ്, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. ഈ സാധനം ഇങ്ങനെ തന്നിട്ടുണ്ട്, എന്താ കാര്യം? മറ്റേത് അല്ലേ, നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. ഒരു പേപ്പർ കത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ അല്ലേ നേരത്തെ പറഞ്ഞാൽ ടൈം വാച്ച് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത്ര സമയം കൊണ്ട് തീർക്കും. അപ്പോൾ അത് അത്രയും സ്പീഡായിട്ട് നടക്കുന്ന റിയാക്ഷൻ ആണ്, അല്ലെങ്കിൽ സ്ലോ ആണ്. ഇപ്പോൾ റസ്റ്റിംഗ് ഓഫ് അയൺ എന്തായിരിക്കും? ഭയങ്കര സ്ലോ ആണ് അല്ലേ. നമുക്ക് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്നും ആയിരിക്കില്ല, ഒരു വർഷം കൊണ്ടൊക്കെ ആയിരിക്കും റസ്റ്റ് ആവുന്നത് നന്നായിട്ട് അല്ലേ. ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, ഇത് മണ്ണിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ എന്താണ് ചെറുതായിട്ട് റസ്റ്റൊക്കെ വന്നെങ്കിൽ കുറേ നാളൊക്കെ എടുക്കും. അത് വളരെ സ്ലോ റിയാക്ഷൻ ആണ്. എന്തായിരിക്കും ഇതും അതും തമ്മിൽ വ്യത്യാസം? അത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല. ആകെ ഇതൊരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ് എന്നുള്ളത് മാത്രമേ പറയുന്നു. ഇപ്പം ആത്മയുണ്ട്. ആത്മ ഇവിടെ നിന്ന് ഒരു വണ്ടി കുറേ നാളൊക്കെ കഴിഞ്ഞപ്പോൾ വണ്ടി എടുത്തിട്ട് ഇവിടെ നിന്ന് വണ്ടി ഒന്നുമില്ല കേട്ടോ, ഇവിടെ റോഡിൽ ഒന്നും വണ്ടി ഇല്ലാത്ത സമയത്ത് ഇവിടെ നിന്ന് ഓടിച്ച് കലൂര് വരെ പോവുകയാണ്. ആക്ച്വലി എങ്ങനെയായിരിക്കും ആത്മയുടെ സ്പീഡ് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലേ? ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എടുക്കും അല്ലേ, ഇവിടെ നിന്നുള്ള ഒരു ഡിസ്റ്റൻസ് ഒരു 5 കിലോമീറ്റർ ആണ്. അയാൾ 5 കിലോമീറ്റർ എടുത്തേക്കുന്ന ഒരു ടൈം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ എടുക്കാം. അപ്പോൾ എന്താണ് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം? അത് തന്നെയാണ് ഫസ്റ്റ് ഏരിയയിൽ പറയുന്നത്. പക്ഷെ ചില സ്ഥലത്ത് അങ്ങനെ എടുക്കാൻ പറ്റൂല. എന്തായിരിക്കും? ചില സമയത്ത് അങ്ങനെ എടുക്കാൻ പറ്റില്ല. എന്തായിരിക്കും? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്, ഞാൻ ഒരു ബൈക്ക് എടുത്തിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. ഇവിടുന്ന് ഡൽഹിക്ക് ഒരു എന്താണ് ഓൺ റോഡ് ബുള്ളറ്റിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബുള്ളറ്റിൽ ഞാൻ ഇങ്ങനെ ഓൺ റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ട്രാവൽ ചെയ്യാനായിട്ട്, ഇന്ത്യ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ടു ഡൽഹി ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഞാൻ പോയ ടൈം, അങ്ങനെയായിരിക്കും എടുക്കുന്നത്. അങ്ങനെയായിരിക്കുമോ? നോർമലി ഞാൻ ഉറങ്ങാതെയും വെള്ളം കുടിക്കാതെയും കണ്ണും പിടിച്ച് ഇവിടെ നിന്ന് അവിടെ വരെ എത്തുമോ? ഞാൻ എത്തിയത് ഒരു 5 ദിവസം കൊണ്ടാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഞാൻ ഇവിടുന്ന് അല്ലെ ഒരു ഡെസ്റ്റിനേഷൻ എത്തും, അവിടെ പോയി സ്റ്റേ ചെയ്യും, വെള്ളം കുടിക്കും, കിടന്നുറങ്ങും. അപ്പൊ എന്ത് പറ്റും? അതിനുള്ളിൽ പല സ്റ്റെപ്സ് വരും അല്ലെ. ഓർത്ത് നോക്കാം, ആ ടൈം എടുക്കില്ല. ഞാൻ ഇവിടെ നിന്ന് പോയ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒരു ബാംഗ്ലൂർ ആണെങ്കിൽ ബാംഗ്ലൂർ എത്തി, അവിടെ എടുത്തൊരു ഡെസ്റ്റിനേഷൻ്റെ ടൈം ഒക്കെ എഴുതി വെച്ചു, അതെടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അല്ലെ ഫസ്റ്റൊക്കെ എടുത്ത് പിറ്റേ ദിവസം പോകുന്ന ടൈം മുതൽ അടുത്ത ഡിസ്റ്റൻസ് എടുക്കും. അങ്ങനെ എടുത്താൽ നമുക്കത് കറക്റ്റ് ആയിട്ട് കിട്ടും അല്ലെ. അങ്ങനെ എടുത്താൽ കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഓർത്ത് നോക്കാം, അങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഏകദേശം ഞാൻ പോകുന്ന ആ സ്പീഡ് കിട്ടും. അതെന്താ? പല സ്റ്റെപ്പാണ്. അതുപോലെ റിയാക്ഷൻ്റെ ഉള്ളിൽ മെക്കാനിസം ഉണ്ടാവും. റിയാക്ഷൻ്റെ ഉള്ളിൽ എന്താണ്? മെക്കാനിസം. ചിലത് സ്പീഡായിരിക്കും ഒരു സ്റ്റെപ്പ്. അപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന സിമ്പിൾ റിയാക്ഷൻ എല്ലാം ഏത് വെച്ച് കണ്ടെത്താൻ പറ്റും? ഫസ്റ്റ് എല്ലാം സിമ്പിൾ റിയാക്ഷൻസ് വെച്ച് കണ്ടെത്താൻ പറ്റും. അതേസമയത്ത് കോംപ്ലക്സ് ആയിട്ടുള്ള എല്ലാം എന്തിനെ കണ്ടെത്താൻ പറ്റുള്ളൂ? ഇതിനെ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഓർത്ത് വെക്കാം, ഇത് ഡിസൈൻ ചെയ്യുന്നത് കുറച്ചും കൂടി ആക്യുറേറ്റ് ആണ്. ഇത് എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ഈ എക്സും വൈയും ഓർഡർ എന്ന് പറയുന്നത് എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റോഡ് ട്രിപ്പ് പോകുന്ന സമയത്ത് അയാളുടെ ഒപ്പം തന്നെ പോയി ആ ഡെസ്റ്റിനേഷനും കറക്റ്റ് ആയിട്ട് എങ്കിൽ മാത്രമേ അതിന്റെ ആക്യുറേറ്റ് വാല്യൂ ഒക്കെ മെഷർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ഓർത്ത് നോക്കാം, പർപ്പസ് ഒന്ന് ഓർത്ത് നോക്കണം കേട്ടോ. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടി എഴുതി നോക്കാം. ഓർഡർ ഓഫ് റിയാക്ഷൻ സബ് ഹെഡിങ് ആണ് കേട്ടോ. ഓർഡർ ഓഫ് റിയാക്ഷൻ ഒരു കുഞ്ഞു പോയിന്റ്. ഓർഡർ ഓഫ് റിയാക്ഷൻ ഇവിടെ ബ്രാക്കറ്റിൽ ഒന്ന് എഴുതി വെക്കുക. x+y ഓർഡർ എന്ന് പറഞ്ഞാൽ എക്സും വൈയും കൂടി ആഡ് ചെയ്യുന്നതാണ്. x+y ഓർഡർ ഓഫ് റിയാക്ഷൻ x+y. ഇനി എങ്ങനെയായിരിക്കും അത് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട്? x+y എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ എങ്ങനെയായിരിക്കും? സം ഓഫ് പവർ ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഇൻ എ റേറ്റ്. എവിടെയാണെന്ന് കൂടി പറയണം കേട്ടോ. അതാണ് എഴുതാൻ പോകുന്നത് കേട്ടോ. ഒന്ന് എഴുതി വെച്ചു. The sum of power of the concentration of the reactants, the sum of power of the concentration of the reactants
In the rate law expression, the sum of power of the concentration of the reactants in the rate law. In the rate law expression. റേറ്റ് ലോ ഇക്വേഷൻ ആണ് കേട്ടോ. റേറ്റ് ലോ ഇക്വേഷൻ ഓർ എക്സ്പ്രഷൻ അത്രേ ഉള്ളൂ. ഇനി ഇതിന്റെ ഒരു സബായിട്ടൊരു ചെറിയ ടേം ആണ് എലമെന്ററി റിയാക്ഷൻ. എലമെന്ററി റിയാക്ഷൻ ഇതിന്റെ താഴെ അടുത്ത സബ് ഹെഡിങ് ആണ് കേട്ടോ. മെയിൻ ഹെഡിങ്ങിന് അണ്ടറിൽ വരുന്ന സബ് ഹെഡിങ് ആണ്. റേറ്റ് ലോയുടെ അണ്ടറിൽ തന്നെയാണ് ഇതെല്ലാം വരുന്നത് കേട്ടോ. എലമെന്ററി റിയാക്ഷൻ. എലമെന്ററി റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടന്നാൽ എലമെന്ററി ആയിരിക്കും. എലമെന്ററി ആണ് കൂടുതൽ നമുക്ക് ആദ്യം പഠിച്ചില്ലേ റേറ്റ് ലോ, അതൊക്കെ അതിൽ ഭയങ്കര ആക്യുറേറ്റ് ആയിരിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ കോംപ്ലക്സ് പറ്റൂല. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ കൊടുക്കുന്നത് കേട്ടോ. എലമെന്ററി റിയാക്ഷൻ അണ്ടർലൈൻ ചെയ്യാം. The reaction take place in one step are called elementary reaction. The reaction take place in one step. The reaction take place in one step are called elementary reaction. The reaction take place in one step are called elementary reaction. The reaction take place in one step are called elementary reactions. Next line എഴുതി വെക്കുക. അടുത്ത term complex reaction. Complex reaction. Complex reaction. More than one text book word ഒന്ന് എഴുതി കേട്ടോ. When a sequence of elementary reaction, when a sequence of elementary reaction, when a sequence of elementary reaction bracket എഴുതണം mechanism, bracket mechanism, mechanism bracket close ചെയ്യാം. Gives us the product, gives as the product comma the reaction are called complex reaction. The reaction are called complex reaction. സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഒരു സ്റ്റെപ്പിൽ നടന്നാൽ അതെന്തായിരിക്കും എലമെന്ററി, സെവറൽ സ്റ്റെപ്പിൽ നടന്ന കോംപ്ലക്സ് കേട്ടോ. ഈ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു ടോപ്പിക് ചെയ്തു, അതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കി. അതുപോലെ ഈ ടോപ്പിക്കിൽ നിന്നൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം കേട്ടോ. ഒന്ന് എഴുതി വെച്ചു. കാൽക്കുലേറ്റ് ദ ഓവറോൾ ഓർഡർ ഓഫ് റിയാക്ഷൻ. കാൽക്കുലേറ്റ് ദ ഓവറോൾ ഓർഡർ ഓഫ് റിയാക്ഷൻ. Calculate the overall order of reaction. Calculate the overall order of reaction. The equation ഒക്കെ തന്നിട്ടുണ്ട്. Rate equal to first question ആണ് കേട്ടോ. അതിലൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Rate equal to K into A raised to 1 by 2 D raised to 3 by 2. എത്രയായിരുന്നു ഓർഡർ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്താ? x plus y അല്ലേ? വേഗത്തിൽ ഡി കിട്ടിയാ? ഡൗട്ട് ഉണ്ടോ? സ്പിറ്റിന്റെ 1 by 2 plus 3 by 2 4 by 2. ഡൗട്ട് ഉണ്ടെന്നല്ലേ? Denominator same. സെക്കൻഡ് ഓർഡർ യൂണിറ്റ് സെക്കൻഡ് ഓർഡർ ആൻസർ എന്തായിരുന്നു? സെക്കൻഡ് ഓർഡർ. മൈനസ് ഓർഡർ വരാം, ഹാഫ് ഓർഡർ കേട്ടോ, അങ്ങനെയൊക്കെ വരാം കേട്ടോ. ഓർഡറുകൾ ഹാഫ് ഓർഡർ വരാം, മൈനസ് വരാം കേട്ടോ, അങ്ങനെയൊക്കെ വരാം. ഓർഡർ എന്ത് വാല്യൂ ആ? എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഓർഡർ എന്ന് അവർ മെൻഷൻ ചെയ്യുമ്പോൾ അത് എക്സ്പെരിമെന്റലി ഓരോ റിയാക്ഷനും വ്യത്യാസം ഉണ്ടാവും അല്ലേ? ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു റോഡ് ട്രിപ്പ് പോയി എന്ന് പറഞ്ഞു കേട്ടോ. പച്ചിന്ത അതല്ല വേറെ സ്ഥലത്തോട്ട് പോകും എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒപ്പം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും?
എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റിയാണ്, മനസ്സിലാവും. അപ്പൊ എയും ബിയും സിയും ഉണ്ടെങ്കിൽ അവരെല്ലാം പല പല ഓർഡേഴ്സ് ആയിരിക്കാം കേട്ടോ. ഓർത്ത് നോക്കാം, ഓവറോൾ എത്രയാണ് ആ രീതിയിലാണ് നോക്കിയേക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത്, അപ്പൊ ഇത് വെറുതെ ആഡ് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതുമായിട്ട് വരുന്നത്, ആ ടൈപ്പ് ആണ് കൂടുതൽ നമുക്ക് വരുന്നത്. ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ, നല്ല ക്വസ്റ്റ്യൻ ആണ്. The concentration of molecule X to Y, ക്വസ്റ്റ്യൻ എഴുതണം കേട്ടോ. The concentration of molecule X to Y, the concentration of molecule X gives Y കേട്ടോ, gives കൊടുക്കണം കേട്ടോ, X ന്ന് Y ലേക്ക്. Follow second order kinetics. Follow second order kinetics. Full stop. The second order ആണ്. Full stop. If concentration of X is increased to 3 times, increased to 3 times, how will it affect the rate of formation of Y? Rate of formation of Y. Rate of formation of Y. ഇവര് പറയുന്നത് X gives Y. X gives Y എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ശ്രദ്ധിക്കുക, X gives Y. ഇങ്ങനെ തന്നാൽ എന്ത് എഴുതും? ഫസ്റ്റ് ഇതിന്റെ റേറ്റ് അല്ലെ, റേറ്റ് ഇക്വേഷൻ എങ്ങനെയായിരിക്കും പറഞ്ഞേ? റേറ്റ് ഈക്വൽ ടു മൈനസ് ആണോ റേറ്റ് ലോ? റേറ്റ് ഈക്വൽ ടു ഏത് ലോയാ? റേറ്റ് ലോ അല്ലേ? K ഇൻറ്റു ജെയുടെ പൊസിഷൻ ആരാണ്? റിയാക്ടന്റ് കേട്ടോ, റിയാക്ടന്റ്. എക്സ് റേസ് ടു ഇവിടെ എന്തെടുത്തു? എക്സിന് പകരം 1 എന്നാണോ വായിച്ചു നോക്കി? ശരിക്കും വായിച്ചു നോക്കി, ഞാൻ പറഞ്ഞിട്ടില്ല. 3x ഇത് ഏത് ഓർഡർ ആണെന്നാ പറഞ്ഞേക്കുന്നവര്? സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർഡർ എവിടെയാ? മുകളില് അല്ലേ? അപ്പോ ഇവിടെ എന്ത് കൊടുക്കും? 2. എന്തുകൊണ്ടാ? സെക്കൻഡ് ഓർഡർ. ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് കൊടുക്കും? 1. തേർഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കും? 3. ഹാഫ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കും? 1/2. മനസ്സിലായി? അപ്പോ ഓർത്ത് വെക്ക, ഇങ്ങനെ തന്നു എക്സ് റേസ് ടു 2 കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോ ഇതാണ് ഫസ്റ്റ് എഴുതുന്നത്. ഇനി ഇവര് പറയാണ് അതില് എക്സ് എത്ര ടൈം അതിന്റെ കോൺസെൻട്രേഷൻ കൂട്ടും? 3 ടൈം. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? റേറ്റ് ഈക്വൽ ടു എന്ത് വരും? K ഇൻറ്റു 3x റേസ് ടു 2. ഇപ്പൊ എത്രയായിട്ട് കൂടും പറഞ്ഞേ? 9. ആ ഉണ്ടോ? 9 ഇൻറ്റു K x റേസ് ടു 2. ഇത് നോക്കി എത്ര ആയി കൂടിയത്? എത്ര ടൈം കൂടി? 9 കേട്ടോ. അപ്പൊ 9 ടൈം ഇൻക്രീസസ്. 9 into 1. x അവിടെ ആണെങ്കിലോ x കേട്ടോ. 3x 3യുടെ സ്ക്വയർ 9. x തന്നെയാണ് കേട്ടോ, x തന്നെയാണ്. അപ്പൊ എഴുതി വെക്കുക എന്തായിരുന്നു അല്ലേ? 9 ടൈം ഇൻക്രീസസ് ആര്? y കേട്ടോ. ഓർത്ത് വെക്കുക, y ഫോം ചെയ്യുന്ന 9 ടൈം ഇൻക്രീസ് ചെയ്യും കേട്ടോ. ഓർത്ത് വെക്കുക, ആൻസർ എഴുതുമ്പോൾ എഴുതണം കേട്ടോ. 9 ടൈം ഇൻക്രീസസ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് 3 അല്ലേ വന്നേക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് കൂടുതൽ ഈ റേറ്റ് ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വരുന്ന ഈ ക്വസ്റ്റ്യൻസുകൾ വരിക കേട്ടോ. ഓർത്ത് വെക്കുക. അപ്പൊ ചില സമയത്ത് ഇവര് ഇതിന് പകരം എക്സിന് പകരം ഒരു എക്സ് ഇസെഡ് തന്നു, എക്സ് പ്ലസ് ഇസെഡ് ഗീവ്സ് വൈ, അങ്ങനെ ആവാലോ. എന്നിട്ട് പറയും എക്സ്, ഇത് എഴുതിയോ? ഇതെന്നെ ആൻസർ എഴുതി കഴിഞ്ഞല്ലോ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാം, എക്സ് പ്ലസ് ഇസെഡ് ഗീവ്സ് വൈ. ദെൻ അവർ പറയും റേറ്റ്
ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എക്സ് സെക്കൻഡ് ഓർഡർ ആൻഡ് വൈ ഫസ്റ്റ് ഓർഡർ. അപ്പൊ എങ്ങനെയായിരിക്കും ഇക്വേഷൻ വരിക? ഇത് എഴുതി കഴിഞ്ഞാലേ മാച്ചോട്ടെ. ഒരു ക്വസ്റ്റനില് മരമാണ് എക്സ് എന്ത് ഓർഡർ ആണെന്ന് പറഞ്ഞു? സെക്കൻഡ് ഓർഡർ. വൈ എന്ത് ഓർഡർ ആണെന്ന് പറഞ്ഞു? ഫസ്റ്റ് ഓർഡർ. അപ്പൊ എങ്ങനെ എഴുതണം? y raised to 1. കണ്ടോ നോക്കാം. നേരത്തെ എഴുതിയത് എ ബി എന്നല്ലേ? എ ബിക്ക് പകരം എനിക്ക് ഇഷ്ടമുള്ള കൊടുത്തൂടെ? എക്സ് വൈക്ക് പകരം വേറെ നമ്പർ കൊടുക്കാലോ വേണമെങ്കിൽ. ഇപ്പൊ പറഞ്ഞൂടെ H2 + O2 അങ്ങനെ കൊടുത്തൂടെ? എന്നിട്ട് അവർ പറയും H ഇന്ന ഓർഡർ ആണ്, ഓക്സിജൻ വേറെ ഓർഡർ ആണ്, അങ്ങനെയൊക്കെ മാറ്റി വരും. അപ്പൊ നിങ്ങൾ മാറിപ്പോകരുത്. അപ്പൊ ഇങ്ങനെ വന്നു വരുന്നത് അതെ ഇത് വന്നു. എന്നിട്ട് പറഞ്ഞു both the reactants increases 2 times. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ആൻസർ? both the reactants increases double എന്ന് പറഞ്ഞത് കൊടുക്കണം. rate equal to k 2x all raised to 2 എന്ന് വരും 2y all raised to 1. നോക്കാം ഐഡിയ മനസ്സിലായി? അപ്പൊ എന്ത് വരും? 2 ന്റെ സ്ക്വയർ 4, 4 into 2 8. ചോദിച്ചോ? y അല്ല സോറി വെരി ഗുഡ് കേട്ടോ. പറഞ്ഞാൽ മാർക്ക് ഇസഡ് ഇസഡ് കേട്ടോ. ഇസഡ് കേട്ടോ. എന്താ പാടോ? എക്സ് റിയാക്ടന്റ് മാത്രം എടുക്കാൻ പോകും, പ്രൊഡക്റ്റ് എടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യണം കേട്ടോ. അപ്പോൾ 8 ടൈം ഇൻക്രീസസ്. സെക്കൻഡ് ഓർഡർ ബൈ ഫസ്റ്റ് ഓർഡർ. മാർക്ക് ഇസഡ് ആണ് കേട്ടോ. ഇസഡ് ആണ് ഫസ്റ്റ് ഓർഡർ. അപ്പോൾ ഇങ്ങനെ പറയുന്ന രീതിയിലായിരിക്കും സ്റ്റുഡൻസ് അവർ ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. മറക്കരുത് കേട്ടോ. ടൈപ്പായി. ഇനി നമുക്ക് അടുത്ത ഹെഡിങ്ങിലേക്ക് വരാം കേട്ടോ. നെക്സ്റ്റ് സബ് ഹെഡിങ് ആണ് യൂണിറ്റ് ഓഫ്. അടുത്ത സബ് ഹെഡിങ് ഉണ്ട് കേട്ടോ. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. റേറ്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? റേറ്റിന്റെ ഇക്വേഷൻ റേറ്റ് ലോ ഇടും. റേറ്റ് ഈക്വൽ ടു k into a raised to x and b raised to y. അങ്ങനെയാണെങ്കിൽ k ഈക്വൽ ടു എന്തായിരിക്കും പറഞ്ഞേ? k ഈക്വൽ ടു ക്രിസ്തേ പറഞ്ഞു. k ഈക്വൽ ടു എന്ത് വരും? റേറ്റ് ഡിവൈഡഡ് ബൈ molar concentration of a raised to x and b raised to k equal to rate divided by a raised to x and b raised to y. ക്ലിയർ ആണോ? ഇനി ഇതില് ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ എന്നൊക്കെ പറയുന്ന വാല്യൂ കൊടുത്തിട്ട് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ഇതില് സീറോ ഓർഡർ. ഫസ്റ്റ് സീറോ ഓർഡർ എന്ത് ചെയ്യും? സീറോ ഓർഡർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും വ്യത്യാസം വരിക? k equal to കേട്ടോ. റേറ്റിന്റെ യൂണിറ്റ് എന്താ പഠിപ്പിച്ചേക്കുന്നത്? മോൾ പറഞ്ഞു. l raised to -1, s raised to -1. then ഇവിടെ എന്ത് യൂണിറ്റ് വന്നാലും ഇതെന്താവും? 0. 0 വന്നാൽ എന്തായിരിക്കും? പഠിപ്പിച്ചല്ലേ? അപ്പൊ എന്തായിരിക്കും? സീറോ ഓർഡറിന്റെ യൂണിറ്റും ഇത് തന്നെയാണ് കേട്ടോ. നോക്കാം. മോൾ l raised to -1, s raised to -1. സീറോ ഓർഡറിന്റെ യൂണിറ്റ്. സീറോ ഓർഡറിന്റെ യൂണിറ്റ്. ഇനി കേട്ടോ. അപ്പൊ യൂണിറ്റ് ഓഫ് സീറോ ഓർഡർ എന്ത് തന്നെയാ? അത് തന്നെയാണ് അല്ലേ? ഫസ്റ്റ് ഓർഡർ എന്തായിരിക്കും? ഫസ്റ്റ് ഓർഡർ യൂണിറ്റ് ഓഫ് k ഈക്വൽ ടു എന്തായിരിക്കും? മോൾ l raised to -1, s raised to -1. ഇത് ഇതിന്റെ ആ റേറ്റിന്റെ യൂണിറ്റ് ആണ് അല്ലേ? പുറത്ത് നോക്കാം. ഇനി ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ എയും ബിയും കൂടി ചേർത്തിട്ട് 1 ആയിരിക്കും അല്ലേ? എയും ബിയും കൂടി ചേർത്തിട്ട് 1 അല്ലേ അവർ കൊടുക്കുക അല്ലേ? പുറത്ത് നോക്കാം. ഫസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് 1, ഇത് 0. അതിനെയല്ലേ ഫസ്റ്റ് ഓർഡർ. ഓർഡർ എന്ന് പറഞ്ഞാൽ x + y അല്ലേ? പുറത്ത് നോക്കാം. അപ്പൊ ഇവിടെ ഞാൻ 1 കൊടുത്തു, ഇവിടെ 0 കൊടുത്തു. അപ്പൊ ഇത് 1 ആക്കി എടുക്കും അല്ലേ? പുറത്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഇതിന്റെ കോൺസെൻട്രേഷൻ യൂണിറ്റ് എന്താ? മോൾ l raised to -1 അല്ലേ? പുറത്ത് നോക്കാം. ഓർഡർ എന്ത് വരും അല്ലേ? ഇത് ഫസ്റ്റ് ഓർഡർ എന്നല്ലേ പഠിപ്പിച്ചേക്കുന്നത്. ഇവിടെ 1. ഇതും ക്യാൻസൽ ആയി പോകില്ലേ? അപ്പൊ എന്ത് വരും ആൻസർ? s raised to -1. സാറേ മോൾ l raised to -1 സ്ക്വയർ അല്ല.
സ്ക്വയർ അല്ല ഫസ്റ്റ് ഓർഡർ. because random. ഇത് ഫസ്റ്റ് ഓർഡർ. ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇത് 1 ഇത് 0. ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ x പ്ലസ് y ആണ്. എക്സും വൈയും കൂടി ചേർത്ത 1 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പേപ്പർ മറ്റേ 0 ആവും. രണ്ടും കൂടി ചേർത്ത 1 ആയാലും സെയിം അല്ലേ? ഹാഫ് ഹാഫ് എന്നാലും ഹാഫ് പ്ലസ് ഹാഫ് യൂണിറ്റ് രണ്ടും സെയിം ആണ്. അപ്പോൾ കട്ടായി പോയി അല്ലേ? S⁻⁻. ഇങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. പക്ഷേ ഞാനിപ്പോൾ അതല്ല, ഇതിനെല്ലാത്തിനും കണ്ടെത്താൻ ഒരു റെഡിമെയ്ഡ് ഇക്വേഷൻ പഠിപ്പിക്കും, അത് കാണാതെ പഠിച്ചു നോക്കാം കേട്ടോ, ഓർത്ത് നോക്കാം. കാരണം ഇവർ 3/2 ഓർഡർ ക്വസ്റ്റനിൽ ചോദിക്കും, -1 ഓർഡർ ചോദിക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്തൊക്കെ വരുമ്പോൾ ഒരു മാർക്കിന്റെ ക്വസ്റ്റൻ ആകുമ്പോൾ തെറ്റാനായിട്ട് ചാൻസ് കൂടുതലാണ് ഇങ്ങനെയൊക്കെ എഴുതുന്ന സമയത്ത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് nth ഓർഡർ എന്ന് പറയുമ്പോൾ ഏത് ഓർഡറിലും അത് കൊടുക്കാം അല്ലേ, ഓർത്ത് നോക്കാം. nth ഓർഡർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എന്താ റെഡിമെയ്ഡ് ഇക്വേഷൻ ഒന്ന് പഠിച്ചു നോക്കാം. nth ഓർഡർ കേട്ടോ. nth ഓർഡർ എന്ന് പറഞ്ഞിട്ട് മോൾ L S⁻⁻1. ഇത് S⁻⁻1 എല്ലാത്തിനും ഫിക്സ്ഡ് ആയിരിക്കും വരുന്നത്. ഈ മോളിന്റെ മുകളിലായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് 1 - n, ഇവിടെ n-1 കേട്ടോ, ഓർക്കുക. ഒന്ന് കൊടുത്തേ, ഇതാണ് പഠിച്ചു കൊടുക്കുക ബോക്സ്. മോൾ 1 - n n-1 L. ഇനി 0 ഓർഡർ ആണെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇവിടെ 0 കൊടുത്തെന്ന് വരും മോൾ റേസ് ടു 1 -1 കണ്ടോ, ഓർക്കുക. ഇവിടെ 0 -1 S⁻⁻1. ഇനി ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ n 1 - 1 0. അപ്പോൾ എന്താ അല്ലെ 1 ആയി മാറും അല്ലേ? നിങ്ങൾക്ക് അറിയാലോ 10⁻0 കൊടുത്താൽ എത്രയാ ആൻസർ? 1. 7⁻0 1. അപ്പോൾ L. ഇനി സെക്കൻഡ് ഓർഡറിന്റെ യൂണിറ്റ് എന്തായിരിക്കും കേട്ടോ, ഓരോരുത്തരും കൊണ്ട് പറയിപ്പിച്ചു പോകാം. സെക്കൻഡ് ഓർഡറിന് ഇവിടെ നിന്നുണ്ട് മോൾ ഇവിടെ എന്ത് കൊടുത്തു അല്ലെ? 2 കൊടുത്തു. അപ്പൊ 1 - 2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? -1. റൈറ്റ് ആണ്. ഇനി അടുത്ത് പറഞ്ഞു L⁻1 S⁻⁻. ഓക്കെ ആണോ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഇത് ബോക്സിലാക്കി എടുത്തു വെക്കണം nth ഓർഡർ എന്ന് പറഞ്ഞത്. ഇത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി ഏറ്റവും കൂടുതൽ ഇത് പഠിപ്പിക്കുമ്പോൾ പിള്ളേർക്ക് തെറ്റി പോവാറുണ്ട് കേട്ടോ. ഇത് അങ്ങാടികൾ മാറി എല്ലാം തെറ്റും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറയും എല്ല് ഒരു നോസ് ഒക്കെ പോലെ ഇങ്ങനെ പഠിച്ചു നോക്കാം. എന്നിട്ട് ഈ കണ്ണടയൊക്കെ വരയ്ക്കില്ലേ കേട്ടോ, ഓർത്ത് നോക്കാം. കണ്ണട വെക്കില്ലേ, സ്പെക്സ് വെക്കുന്ന പോലെ ഇതേണ്ട. ഈ എന്നെ റൗണ്ട് ആക്കിയാൽ മതി, പിക്ചർ ആവുമ്പോൾ മറക്കില്ല കേട്ടോ, ഓർത്ത് നോക്കാം. ഇങ്ങനെയെങ്കിലൊക്കെ ഓർത്ത് വെക്കണം. ഇങ്ങനെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെങ്ങാനും നേരെ ഉൾട്ടയാവാൻ ചാൻസ് കൂടുതലാണ്. പല പിള്ളേരും ആദ്യത്തത് 1 - ആയിരിക്കും, n-1 ആയിരിക്കും തുടക്കം. ഒരു ഭംഗിയിലും ഏറ്റവും കൂടുതൽ പ്രോപ്പർ ഓർഡർ പഠിക്കുന്ന കുട്ടികൾ എപ്പോഴും n-1 എന്ന് പറയുള്ളൂ. അതുകൊണ്ട് ഇത് നേരെ ഉൾട്ടയാണ് കേട്ടോ, ഓർത്ത് നോക്കാം. 1 - n എന്ന് പറയാൻ ചാൻസ് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തെറ്റാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ, ഓർത്ത് നോക്കാം. ഇപ്പൊ നമ്മൾ എല്ലാം ഒരു നോസിന്റെ പോലെ ഇരിക്കുന്ന എല്ലാണെന്നൊക്കെ ഓർത്ത് നോക്കാം. അതിൽ എന്ത് ചെയ്യും? n എന്ന് പറയുന്നത് റൗണ്ട് അടിച്ച് ഞാൻ വരും അല്ലേ, ഇത് ഓർത്ത് നോക്കുക. ഇങ്ങനെയാണ് ഒരു പിക് ഫിഗർ പോലെങ്കിലും ഒക്കെ ഓർത്ത് നോക്കണം, തെറ്റിക്കരുത്. ഇത് 1 മാർക്കിന്റെ ക്വസ്റ്റനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് ആൻസർ ചെയ്യാനും പറ്റും കേട്ടോ, ഓർത്ത് നോക്കാം. തൊട്ടടുത്ത ആള് ഒന്ന് പറയണം. ഹാഫ് ഓർഡർ ആണെങ്കിൽ എന്തായിരിക്കും? ഹാഫ് ഓർഡർ. അപ്പൊ സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാല്യൂ എടുത്ത് നോക്കണം കേട്ടോ. നിങ്ങൾ സെക്കൻഡ് ഓർഡർ ഹാഫ് ഓർഡർ ആണെങ്കിൽ കെയുടെ യൂണിറ്റ് കേട്ടോ, ഓർത്ത് നോക്കാം. ഹാഫ് ഓർഡർ കെ എന്തായിരിക്കും പറഞ്ഞു? മോൾ അല്ലേ, ശരിയാ. ഇവിടെ 1 - ½ അപ്പൊ എന്ത് കിട്ടും? 1/2. ഇനി എന്ത് വരും? L എന്ത് വരും? ഇവിടെ 1/2 - 1 എന്തായിരിക്കും? -1/2. ഇനി S ഇതിനു മുമ്പ് 3/2 വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് കേട്ടോ 3/2 ഓർഡർ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ സബ്സ്ട്രാക്ട് ചെയ്ത് വേഗം ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. നിങ്ങൾ ക്യാൻസൽ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. 1/2 ഒക്കെ ആലോചിച്ച് പിന്നെ മുകളിലൊക്കെ പോയി ക്യാൻസൽ ചെയ്യുമ്പോൾ എറർ വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇത് നന്നായിട്ട് പഠിച്ചു നോക്കാം കേട്ടോ, മറക്കല്ലേ. എഴുതിയോ കേട്ടോ? ഹാഫ് ഓർഡർ ഇത് എഴുതണം കേട്ടോ എല്ലാവരും. ഹാഫ് ഓർഡർ എഴുതരുത് കേട്ടോ.
നെക്സ്റ്റ് ടേം എഴുതി വെക്കുക. മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ. നെക്സ്റ്റ് ടേം മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ. മെയിൻ ഹെഡിങ് ആണ് കേട്ടോ. മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ മെയിൻ ഹെഡിങ് ആണ്. മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ. സ്റ്റേറ്റ്മെന്റ് എഴുതി കേട്ടോ, എന്നിട്ട് പറഞ്ഞുതരാം. The number of reacting species, the number of reacting species, the number of reacting species, bracket എഴുതി വെക്കുക, atoms, ion or molecule, atoms, ions or molecules, atoms, ions or molecules, bracket close ചെയ്യുക. Taking part in an elementary reaction, taking part in an elementary reaction, comma, which must colloid simultaneously, which must colloid simultaneously, colloid കേട്ടോ, colloid simultaneously, simultaneously in order to bring about a chemical reaction, in order to bring about a chemical reaction is called molecularity of a reaction, is called molecularity of a reaction. കൺസെപ്റ്റ് പറയുന്നത് മോളിക്കുലാരിറ്റി എന്തിനു പഠിക്കുന്നു അതും കൂടി ആദ്യം ആലോചിക്കണം. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ പാറ്റേൺ ഒന്ന് ശ്രദ്ധിച്ച്. ആദ്യം എന്താ പഠിപ്പിച്ചേ? റേറ്റ് ഓഫ് റിയാക്ഷൻ. പിന്നെന്താ പഠിപ്പിച്ചേ? റേറ്റ് ലോ. പിന്നെന്തായിരുന്നു പഠിപ്പിച്ചേ? ഇല്ല, ഇൻസ്റ്റന്റ് ആ ടേം നമുക്ക് കഴിഞ്ഞു. അതിന്റെ മെയിൻ ടോപ്പിക് എവിടെ എത്തി? മോളിക്കുലാരിറ്റി. ആക്ച്വലി ഈ മോളിക്കുലാരിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും അതുപോലെ പൊല്യൂഷൻ തിയറിയും പണ്ട് ഉണ്ടായിരുന്ന കൺസെപ്റ്റാണ്. പണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഓർഡർ എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി എക്സ്പെരിമെന്റലി ഭയങ്കര ഒബ്സർവ് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്ന ഒരു എന്താ പറയുക വലിയൊരു ഏരിയ ആണ് ആക്ച്വലി ഓർഡർ എന്ന് പറയുന്നത്. അല്ല നിങ്ങൾക്ക് അതിന്റെ ചെറിയൊരു പോർഷൻ മാത്രമേ പഠിക്കുന്നുള്ളൂ. ഒരു സീറോയും ഫസ്റ്റ് മാത്രമേ ചാപ്റ്റർ ഡിസ്കഷനുള്ളൂ. മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ പണ്ട് ഉണ്ടായിരുന്ന സയൻസിസ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? രണ്ട് റിയാക്ഷൻസ് കൂട്ടിയിടിക്കും, അപ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടാവും. നമുക്ക് കേൾക്കുമ്പോഴും അങ്ങനെയാണ് അല്ലേ? ഇപ്പോൾ NaCl ഉണ്ടായി, Na+Cl കൂട്ടിയിടിച്ച NaCl ഉണ്ടായി. ആ രീതിയിൽ അവർ പറയുകയാണ് വെറുതെ രണ്ട് റിയാക്ടൻസ് കൂട്ടിയിടിച്ചാൽ എന്തുണ്ടാവും? പ്രൊഡക്റ്റ് ഉണ്ടാവും. പക്ഷെ അവിടെ ഒരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്, സൈമൾട്ടേനിയസ്ലി. അതില്ലെങ്കിൽ മാർക്ക് തരില്ല. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് സൈമൾട്ടേനിയസ്ലി. ആ വേർഡിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഒരു ബോർഡ് എടുത്ത് കളിക്കാൻ നേരത്താണ്. ഇപ്പോൾ ഇയാളുടെ ഒരു ബോർഡ് ഇങ്ങനെ എടുത്തിട്ട് എറിഞ്ഞു, ഞാനും എറിഞ്ഞു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കൂട്ടിയിടിച്ചു. ആ സമയത്ത് 3 ബോൾസ് ഒരുമിച്ച് കൂട്ടിയിടിക്കണം. നടക്കുമോ? 3 or 4 കേട്ടോ. എടുത്തിട്ട് ഫുട്ബോൾ ആണെന്ന് കരുതാം. 4 ഫുട്ബോൾസ് ഒരുമിച്ച് ഒരു പോയിന്റ് കൂട്ടി നിങ്ങൾ എറിയുമോ? എല്ലാവരും കൂടി ഒരുമിച്ച് ഇടിക്കണം. പറ്റുമോ? ഒരു സെക്കൻഡ് പോലും വ്യത്യാസം പാടില്ല. ഫ്രാക്ഷൻ സെക്കൻഡ് പോലും വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 ഫുട്ബോൾ എടുത്തു, ഇയാളുടെ കയ്യിൽ ഫുട്ബോൾ എടുത്തു. 4 ഫുട്ബോളുകളും ഒരേ ടൈമിൽ ഒരു സെക്കൻഡ് മാറാതെ കൂട്ടിയിടിക്കണം. എങ്കിൽ മാത്രമേ അത് പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ എന്നാണ് ആര് പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞ മോളിക്കുലാരിറ്റി പറയുന്നത് അതാണ്. അപ്പോ ഇത് നടക്കാൻ ചാൻസ് ഉള്ളത് എലമെന്ററിക്കാണ്. എലമെന്ററി എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെപ്പിൽ നടക്കുന്ന കുറച്ച് 2 റിയാക്ടൻസ് ഒക്കെ ആണെങ്കിൽ നടക്കുള്ളൂ, അതിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് അവർ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന തിയറിയില്ലേ, അത് നല്ല തിയറിയാണ്, പഴയ തിയറിനേക്കാളും ബെസ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ കൊണ്ടുവരികയാണ് ആക്ച്വലി. കേട്ടോ, ഓർത്ത് നോക്കാം. ആ രീതിയിലുള്ളൊരു കൺസേൺ ആണ് എന്ന് പറഞ്ഞപ്പോൾ പുതിയതായിട്ട് വരുന്ന എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് ഇതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ചെയ്യുന്ന രീതിയാണ്. പക്ഷെ ആ ഒരു കമ്പാരിസണിൽ മോശമുണ്ട്. കാരണം എന്ന് പറഞ്ഞത് പണ്ടത്തെ തിയറിയും ഇതും തമ്മിൽ വെക്കുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു അംബാസഡർ കാർ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയേക്കുന്ന ഒരു മാരുതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടിയുടെ ഏറ്റവും അത് സ്പെക്കൊക്കെ കമ്പയർ ചെയ്യണം. പണ്ടത്തെ അംബാസഡർ കാർ ഇപ്പോഴത്തെ ഒരു BMW ആയിട്ട് കമ്പയർ ചെയ്യുന്നു. അത് ആ കമ്പാരിസൺ ശരിയാവും.
കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു സെയിം പാറ്റേണിലുള്ള ഒരു ആ കമ്പാരിസൺ അതുപോലെയാണ് ഈ തിയറി പറയുന്നത്. അപ്പോൾ ഈ തിയറി എന്താ പറയുക, പഴയ തിയറി ഇതും വെക്കുന്നതാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു അപ്രോച്ച് കറക്റ്റ് ആണ് കേട്ടോ. അല്ലാതെ പെട്ടെന്ന് ഓർഡർ പഠിക്കുന്നതിനിടെ മോളിക്കുലാരിറ്റി അവിടെ നിന്ന് ഒരു സാധനം ചാടിക്കുന്നു. എന്തിനു പഠിക്കുന്നു? അപ്പോൾ ഇവരെന്തിനാ പഠിപ്പിക്കുന്നത്? ഓർഡർ അല്ലേ? ഓർഡർ എന്ന് പറയുന്ന കാര്യം എന്താ? എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. അത് ബെറ്റർ ആണ് ആരെക്കാളും മോളിക്കുലാരിറ്റിനേക്കാളും. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഈ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിയേ. The number of reacting species take part in an elementary reaction. കണ്ടോ? ആ വേർഡ് ഒന്ന് ഓർത്ത് നോക്കാം കേട്ടോ. elementary reaction. പിന്നെ എന്തായിരുന്നു? colloid simultaneously to form product. അങ്ങനെ പറഞ്ഞാൽ മതി ഒറ്റയടിക്ക് കേട്ടോ. ഓർത്ത് നോക്കാം. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? മോളിക്കുലാരിറ്റി. ഒന്നും പറഞ്ഞു കിട്ടുന്നു. Taking place in a elementary reaction which must collide simultaneously to bring about a chemical reaction. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നോക്കാം. അതാണ് ഇനി മോളിക്കുലാരിറ്റി നമുക്ക് എക്സാമ്പിൾ ഒക്കെ എഴുതി ഒന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. ഒരു എക്സാമ്പിൾ എഴുതി H2 + I2 gives 2HI. എഴുതിയ H2 + I2 gives 2HI. H2 + I2 gives 2HI. എക്സ്പ്ലോഷൻസ് അങ്ങനെയാണെന്ന് നിർബന്ധമില്ല. അവിടെയൊക്കെ കോംപ്ലക്സ് റിയാക്ഷൻ ഉള്ള റിയാക്ഷൻസ് ഉണ്ട് ഇഷ്ടം പോലെ കേട്ടോ. സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നത്, അല്ലാത്തത് അങ്ങനെ കാറ്റഗറൈസേഷൻ. എക്സ്പ്ലോഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സാധാരണ ഇവിടെ കമ്പളത്തിലൊക്കെ പൊട്ടിക്കുന്നതൊക്കെ പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്, KNO. പോകാം. പൊട്ടാസ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പൊള്യൂഷനാണ്, പൊള്യൂഷൻ ഉണ്ട്, പക്ഷെ അത് മാത്രമല്ല വരുന്നത്. അപ്പോൾ അങ്ങനെ മുതൽ സർവത്ര കുറേ ഏരിയ പൊള്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതൊന്നല്ല, എല്ലാ റിയാക്ഷനും പണ്ട് ഈ ഒരു വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞതിന്റെ തിയററ്റിക്കൽ എക്സ്പാൻഷൻ പറയുന്നതാണ്. ഇതിന്റെ മോളിക്കുലാരിറ്റി എന്തായിരിക്കും? എത്ര റിയാക്ടൻസ് ഉണ്ട് നോക്കുക, അതിന്റെ നമ്പർ. എത്ര റിയാക്ടൻസ് ഉണ്ട് ഇവിടെ? H2 I2. അപ്പൊ എത്രയായിരിക്കും? 2. ഇതിന്റെ ഫ്രണ്ടിൽ 3 വന്നാൽ വരും, ആ 3 കൂട്ടണം കേട്ടോ. 3 + 1 വരും, അപ്പൊ കേട്ടോ 4 വരും. ഈ ഫ്രണ്ടിലുള്ള വാല്യൂ നോക്കിയിട്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ മോളിക്കുലാരിറ്റി 2 എഴുതി വെക്കുക കേട്ടോ. ഈക്വേഷൻ എഴുതിയിട്ട് മോളിക്കുലാരിറ്റി 2 ആ റിയാക്ടൻസിന്റെ നമ്പർ എന്നാണ് കേട്ടോ. നമ്പർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ല, ഈ ഫ്രണ്ടിലുള്ള വാല്യൂ കേട്ടോ. H2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ടിൽ 1 ആണ്, ഇവിടെയും 1 ആണ്. താഴെ എഴുതി വെക്കുക മോളിക്കുലാരിറ്റി 2. മോളിക്കുലാരിറ്റി 2. അടുത്ത ഇക്വേഷൻ 2NO + O2 gives 2NO2. 2NO + O2 gives 2NO2. എത്രയായിരിക്കും മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞേ? എത്രയായിരിക്കും? ഇവിടുത്തെ 2, ഇതിന്റെ ഫ്രണ്ടിൽ 1 അല്ലേ? അപ്പൊ 2 + 1 3. മനസ്സിലായി? ഈ ഫ്രണ്ടിലുള്ള വാല്യൂ മാത്രമാണ്. ഇവിടെ ഒന്നും എഴുതിയില്ല എന്ന് പറഞ്ഞാൽ 1 എന്നാണ് അതിന്റെ മീനിങ് അല്ലേ? ഓർത്തുക. 2 + 1 gives എത്ര വരും? 2NO അല്ല. 2NO. എത്ര എന്തായാലും കുഴപ്പമില്ല. ഈ ഫ്രണ്ടിലുള്ള വാല്യൂ 2NO + O2. 2NO. സോറി, 2NO + O2 കേട്ടോ. 2NO + O2 gives 2NO. ഈ 2 കേട്ടോ. 2NO + O2 gives 2NO. V2 + 1. അപ്പൊ എത്രയായിരിക്കും മോളിക്കുലാരിറ്റി വരുന്നത്? 3. മോളിക്കുലാരിറ്റി 3. ഇവിടെ സ്റ്റേറ്റ്മെന്റ് എഴുതണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് അല്ലേ? 3 അല്ലെങ്കിൽ 2ന് മുകളിലേക്ക് വരുന്നതൊക്കെ മോളിക്കുലാരിറ്റി കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പൊ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് എഴുതാൻ. ഒന്ന് എഴുതി വെച്ചു. The probability that more than 3 molecule, the probability that more than 3 molecule, the probability that more than 3 molecule, the probability that more than 3 molecule can collide and react simultaneously, can collide and react simultaneously, is very small. Is very small. The probability that more than 3 molecule
can colloid and react simultaneously is very small. കേട്ടോ നോക്കാം. അപ്പോൾ അതിന്റെ പ്രോബബിലിറ്റി എന്താണ്? സ്മോൾ ആണ്. കേട്ടോ നോക്കാം. ഇത്രയും വരെ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് എന്താണ് മോളിക്കുലാരിറ്റി ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫസ്റ്റ് ഓർഡറിന്റെയും സീറോ ഓർഡറിന്റെ ഒക്കെ ഡിഫറൻസ് ഒക്കെ വെക്കും കേട്ടോ നോക്കാം. അപ്പൊ ഇത്രയും വരെ പറഞ്ഞത് നമുക്ക് കേട്ടോ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് വിടുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായി കേട്ടോ. അപ്പോ ആദ്യത്തെ ഇക്വേഷൻ എന്തായിരുന്നു? നോക്കിയേ, റേറ്റ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഭയങ്കര ഈസി അല്ലേ? ഓർ ഡെൽറ്റ പി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. Then സെക്കൻഡ് ഇക്വേഷൻ എന്തായിരുന്നു? റേറ്റിന്റെ ലോയുടെ ഇക്വേഷൻ ആണ്. റേറ്റ് ഈക്വൽ ടു k into a raised to x and b raised to y. Then rate law അവിടെ ഒന്ന് പറഞ്ഞു നോക്കി. റേറ്റ് ലോ ആണ് ചോദിക്കുന്നത്, വേറെ ഒന്നും ചോദിക്കണം. റേറ്റ് ലോ കിട്ടുന്നുണ്ടോ? ചോദിച്ചു തുടങ്ങട്ടെ. അവിടെ ജൂലിയൻ കേട്ടോ. അവിടെ നിന്നിട്ട് എന്റെ ബാക്കിൽ അങ്ങനെ 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 വരും കേട്ടോ. ഓർത്ത് നോക്കാം. കാരണം ഇവരോട് ചോദിച്ചിട്ടുണ്ടായില്ല, ഇവിടെ നിങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞു which may or may not be equal to coefficient in a balanced chemical reaction. കിട്ടുന്നുണ്ടല്ലോ, കുഴപ്പമില്ല. ഓർഡറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഓർഡർ ഈക്വൽ ടു x plus y അല്ലേ? അത് എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്, തിയററ്റിക്കൽ ക്വാണ്ടിറ്റി ആണ്? എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി അല്ലേ? ഓർത്ത് നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓർഡറിന്റെ ഡെഫിനിഷൻ തൊട്ട് ബാക്കിലുള്ള പറഞ്ഞു. ഓർഡറിന്റെ ഡെഫിനിഷൻ പറഞ്ഞില്ലേ? സം ഓഫ് പവർ ഓഫ് റേറ്റ് ലോ എക്സ്പ്രഷൻ കേട്ടോ. റേറ്റ് ലോ എക്സ്പ്രഷൻ കിട്ടുന്നുണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ. അത് കഴിഞ്ഞാൽ എലമെന്ററി റിയാക്ഷൻ ആണ്. ആക്ച്വലി എന്തായിരുന്നു എലമെന്റ്? എവിടെ? ക്രിസിന്റെ അടുത്ത് ഒരു റിയാക്ടന്റ് ആണോ? ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്നത് എലമെന്ററി കേട്ടോ. ഓർത്ത് നോക്കുക. അടുത്ത ആള് പറഞ്ഞേ കോംപ്ലക്സ് എന്തായിരിക്കും? കോംപ്ലക്സ് ഒറ്റ സ്റ്റെപ്പിലായിരിക്കും. പിന്നെ എങ്ങനെയായിരിക്കും? ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പ്. അപ്പൊ ടെക്സ്റ്റുകളായുള്ള നമ്മൾ എഴുതിയ എന്താ? സീക്വൻസ് ഓഫ് എലമെന്ററി റിയാക്ഷൻ ബ്രാക്കറ്റ് മെക്കാനിസം അല്ലേ? ഓർത്ത് നോക്കാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോംപ്ലക്സ് എന്ന് വിളിക്കുക കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ ഇവിടെ ചോദിച്ചിട്ടുണ്ടായില്ല, ചോദിക്കാത്ത ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് നിർത്താം കേട്ടോ. ഓർത്ത് നോക്കാം. മോളിക്കുലാരിറ്റി ഡെഫിനിഷൻ. മോളിക്കുലാരിറ്റി എങ്ങനെ ചെയ്യണേ? മോളിക്കുലാരിറ്റി നോക്കിയേ, നോക്കിട്ട് വെറുതെ പറഞ്ഞാൽ മതി. ഇത് റിയാക്ടൻസ് ആണ്. റിയാക്ടൻസ് ഓർത്ത് നോക്കാം. അത് എവിടെയായിരിക്കണം? എലമെന്ററിക്ക് ആയിരിക്കും, കോംപ്ലക്സിനായിരിക്കും? എലമെന്ററി കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ എന്തായിരുന്നു അല്ലേ? കിട്ടണം കേട്ടോ. ഓർത്ത് നോക്കാം. റിയാക്ടൻസ് കൊളോയിഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് ചാപ്റ്റർ വരും കേട്ടോ. കാരണം എളുപ്പമുള്ള ചാപ്റ്റർ ആവുമ്പോൾ തീർത്ത് പോകണം കേട്ടോ. പഠിച്ചു ക്ലിയർ ചെയ്ത് പോവാ കേട്ടോ. വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.